കാണുന്ന സാങ്കേതിക പദങ്ങൾ കൊണ്ടുപോയി നമ്മളെ ഫിഖിന്റെ കിതാബുക്കും കള്ളാൻ പറ്റില്ല. അതൊക്കെ ഓരോന്നിനും ഉപയോഗിക്കുന്ന പദം ഉണ്ടാവും. അപ്പൊ തസൗഫിന്റെ കിതാബിൽ ജിഹാദ് അവിടെ കിടക്കട്ടെ, അത് ജിഹാദ് അക്ബർ. തസൗഫിന്റെ ബാബിൽ ജിഹാദ് അസ്ഗർ എന്ന് പറയുന്നതാണ്, ഫിഖിന്റെ ബാബില് കേവലം ജിഹാദ്. അവിടെ പിന്നെ ഉപാധില്ല. ഇത് വ്യത്യസ്തമായി മനസ്സിലാക്കിയാൽ മതി. ആ ജിഹാദിന്റെ അധ്യായത്തിൽ പറയുന്നത് വാസ്തവത്തിൽ സൈനിക നീക്കങ്ങളായിട്ട് വരുന്നതൊക്കെ ജിഹാദാണ്. അപ്പൊ 6 സൈനിക നീക്കങ്ങളിൽ പോരാട്ടമില്ല. എന്തേ പിന്നെ നടന്ന അവിടെ? കച്ചവടത്തിന്റെ യാത്രക്ക് സുഗമമല്ല ഇനി ഈ വഴി, നിങ്ങൾ വഴി മാറ്റി പിടിച്ചോ, നിങ്ങൾ ജീവിതത്തിന് വേറെ മാർഗം നോക്കിക്കോ, ഇനി നിങ്ങൾക്ക് സ്വൈരമായിട്ട് മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് മക്കയിലെ ഖുറൈശി കാഫിറുകളെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഭീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 6 സൈനിക നീക്കങ്ങളും 7ാമത്തെ സൈനിക നീക്കവും വാസ്തവത്തിൽ ഉണ്ടായത് എന്ന് നമ്മൾ പഠിക്കുക. ഇതില്ലാതെ പറ്റുമോ? ചിലപ്പം കേവലം ഒരൊറ്റ പോരാട്ടം കൊണ്ടോ ഒരൊറ്റ സൈനിക നീക്കം കൊണ്ടോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന 10,000 കാണും. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരും സത്യാന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വറ്റാന്ന് ഒത്തിരുന്ന ആരും ഉണ്ടാവില്ല. ആരും നമ്മളിപ്പോ ഈ മുസ്ലിമീങ്ങളായവരൊക്കെ തന്നെ ഇസ്ലാം ദീനൊക്കെ കൂടി സത്യാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ല പറയുന്നത്, മനസ്സിലാക്കിയതിന്റെ ശേഷം വന്നവരല്ല. ആണോ? അങ്ങനത്തെ ഒരല്ലല്ലോ. നമ്മളിപ്പോ ഈ കൂടിയവരൊക്കെ ബാപ്പാരും ഉമ്മാരൊക്കെ മുസ്ലിമായവരാണ്. അങ്ങനെയുണ്ടൊരു ഇസ്ലാം ഒക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്നാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അതിനുള്ളതല്ലേനും. ഇസ്ലാം എന്ന് പറയുന്ന വാക്കിന് എപ്പോഴും സിൽമ് നന്ദിയെന്ന് പിടിക്കുക. അതൊരു മുഖമാണ്, ഒരു മുഖം. എല്ലാ മുഖവും ഒന്നാക്കാൻ പറ്റൂല. ഇസ്ലാം എന്ന് പറഞ്ഞതിന് പല മുഖങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് വ്യാപിപ്പിക്കുക എന്നതൊരു ലക്ഷ്യം ഇസ്ലാമിന് പ്രധാനമായുണ്ട്. അതിനാണുള്ള ദഅവത്ത്. ഈ ദഅവത്ത് ഇസ്ലാമിന്റെ ദീൻ വ്യാപകമാക്കുന്നത് എന്തിനാണ്? 2 കാര്യമാണ്. ഒന്ന്, ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇസ്ലാമില്ലാത്തവന് രക്ഷയില്ല. ഇസ്ലാമില്ലാത്തവന് രക്ഷയില്ല എന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂ, ഞങ്ങൾ ജീവിക്കും പോലെ, ഞങ്ങൾ രക്ഷപ്പെടും പോലെ, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കും പോലെ നിങ്ങളുമൊക്കെ ഇസ്ലാമിലേക്ക് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആശയുണ്ട്. വിവരക്കേടുകൊണ്ടോ അന്ധവിശ്വാസം കൊണ്ടോ തലമുറകളായി അള്ളിപ്പിടിച്ചു നിൽക്കുന്നതായ നിരന്തരമായ ഏതെങ്കിലും തരത്തിലുള്ള അനുകരണങ്ങൾ കൊണ്ടോ നിങ്ങളാരും പിഴച്ചു പോകരുത്. ഇസ്ലാമിലേക്ക് നിങ്ങളൊന്ന് വന്നിട്ട് ഇസ്ലാമിനെ പഠിച്ച്, എന്നിട്ട് ഇസ്ലാമിൽ സുഖമായിട്ട് ജീവിച്ച്, എന്നിട്ട് ഞങ്ങളെപ്പോലെ നിങ്ങളും സ്വർഗത്തിലേക്ക് വരൂ എന്ന് അമുസ്ലിമീങ്ങളായ ആളുകളെ അവർക്ക് പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്നതും പോരാട്ടത്തിന് അതിൽ വലിയ പങ്കുണ്ട്. പോരാട്ടം ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും വരൂല. ഇസ്ലാമിന്റെ കേറി എത്തിക്കാൻ പോരാട്ടം വേണം. ഇസ്ലാമിന്റെ പ്രചാരണം എത്തിക്കാൻ പോരാട്ടം വേണം. പോരാട്ടമെങ്കിൽ അറിയോ, ബദർ എന്ന് പറഞ്ഞ ഒരൊറ്റ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ ഇസ്ലാം അറബ് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിക്കൂല. നമുക്കറിയാലോ ബദറിന് അല്ലാഹു പേരിട്ടത് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. ഫുർഖാൻ എന്ന പേരാണ് ബദർ യുദ്ധത്തിന് അല്ലാഹു ഇട്ട പേര്. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ യൗമു ബദർ, ബദറിന്റെ നാളാണ്. ഫുർഖാൻ എന്നത് നമുക്കറിയാവുന്നത് എന്തിന്റെ പേരാണ്? സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചിക്കുന്ന സത്യാസത്യ വിവേചനത്തിന്റെ വേദഗ്രന്ഥം. നസ്സൽനാ അലാ അബ്ദിനാ, നമ്മളെ അബ്ദിന്റെ മേൽ നമ്മൾ ഇറക്കി എന്നറിയുന്ന വേദഗ്രന്ഥമായ ഖുർആനിന്റെ പേരല്ലേ ഫുർഖാൻ? എന്നേക്കും സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഫുർഖാൻ എന്ന കിതാബിന്റെ ആ പേരല്ലേ ബദർ എന്ന പോരാട്ടത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് ഫുർഖാൻ എന്ന്? അവിടെ അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു യൗമൽ തഖൽ ജംആൻ. ഖുറൈശികളായ അമുസ്ലിങ്ങളും മദീനയിൽ നിന്ന് വന്ന നബിയുടെ സംഘവും തമ്മിൽ സന്ധിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്ത നാൾ. ആ ഏറ്റുമുട്ടലും പോരാട്ടവും നടന്നപ്പോഴാണ് ഇസ്ലാം എന്നറിയുന്നത് എവിടെങ്കിലും ഒതുങ്ങിക്കൂടുന്ന ഒരു സാധനമൊന്നുമല്ല. ലോകം നടത്താനും ലോകരെ വഴി നടത്താനും പറ്റുന്ന കരുത്തുറ്റ ഒരു പ്രസ്ഥാനമാകുന്ന ഇസ്ലാം എന്ന് അറബ് ജനതയ്ക്കിടയിൽ വ്യാപിക്കാൻ, അനറബ് ജനതയ്ക്കിടയിൽ വ്യാപിക്കാൻ, റോം പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ വരെ ഇസ്ലാമിനെ ആ മട്ടിൽ വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ നിമിത്തമായത് ബദറ. ഈ ബദറിന് വിജയമില്ലായിരുന്നെങ്കിൽ റോമും പേർഷ്യയും ഇസ്ലാമിനെ തിരിഞ്ഞു നോക്കൂല. റോമും പേർഷ്യയുമല്ലേ അന്നത്തെ സാമ്രാജ്യത്തെ ശക്തികൾ. ഇന്ന് നമ്മൾ അമേരിക്കന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നടത്തുന്നത്?
അമേരിക്കയുടെ ചെറിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ബഹിഷ്കരിക്കുന്നത്. എന്തിനാണിത്? അമേരിക്കന്റെ ശ്രദ്ധയിൽപ്പെടാൻ. ഉൽപ്പന്നങ്ങൾക്ക് എവിടെയെങ്കിലും ചെറിയ ഇടിവ് വന്നാൽ ഒരു ശ്രദ്ധിക്കൂല. ആ ശ്രദ്ധയിൽപ്പെടാൻ ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന യുദ്ധതന്ത്രം വരെ നമ്മൾ പയറ്റുന്നത്. ഇന്നത്തെ അമേരിക്ക എന്ന് മനസ്സിലാക്കിക്കോളി. അന്ന് റോമും പേർഷ്യയും. അത്ര പറഞ്ഞാൽ പോരാ. ഇന്നത്തെ അമേരിക്ക പേര് മാത്രമാണ്. ഡോളർ എന്ന കടലാസിന്റെ ബലത്തിൽ നിൽക്കുന്നത്. സത്യത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക നില അറിഞ്ഞാൽ ലോകം അമേരിക്കയെ ചാമ്പലാക്കും. ആയുധത്തിന്റെ ബലത്തിൽ മാത്രം പോക്കിരിത്തരം കൊണ്ട് നിൽക്കുക അമേരിക്ക. പോക്കിരിത്തരമെങ്കിൽ അമേരിക്ക ഇന്നൊന്നുമല്ല. നമ്മളെ കേരളത്തിന്റെ സമ്പത്തുണ്ട് അമേരിക്കന്റെ കയ്യിൽ നിന്ന് വരെ സംശയിക്കുള്ളൂ. അത്ര പേടിയാണ്. ആ ബലത്തിൽ നിൽക്കുക. ഇപ്പൊ ശക്തിയുടെയും ബലത്തിന്റെയും പേരിലാണ് അമേരിക്കയുടെ നിൽപ്പെങ്കിൽ, ഒരു സാമ്രാജ്യത്തെ ഏക സാമ്രാജ്യത്തെ ശക്തിയുടെ നിൽപ്പെങ്കിൽ, ബലത്തിന്റെയും ശക്തിയുടെയും പേരിലുള്ള നിലനിൽപ്പ് ഇസ്ലാമിനും ആവശ്യമില്ലേ? ആധുനിക യുഗത്തിൽ പ്രത്യേകം ആവശ്യമുണ്ട്. ഒന്നിനും കൊള്ളാത്ത എല്ലാവർക്കും കീഴടങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നിന്ന് ആർക്ക് വേണം? അതിനെ തിരിച്ചടിക്കാനും കഴിയില്ല, പിടിക്കാനും കഴിയില്ല, ചോദ്യം ചെയ്യാനും കഴിയില്ല, വെല്ലുവിളിക്കാനും കഴിയില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ ആർക്ക് വേണം? അപ്പൊ ഇസ്ലാം എന്നത് എന്തിനും കഴിയുന്നത് തന്നെയാണ്. എന്തിനും കഴിയുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് ആഖിറത്തിലേക്കുള്ള ആളുകളെ ഒരുപാട് വർദ്ധിപ്പിക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് എന്തിനാ കൂട്ടുന്നത്? നമുക്ക് ഓലെ കൊണ്ട് സംഘബലം കിട്ടി നമ്മളൊരു വലിയ സാമ്രാജ്യമായി മാറാനല്ല. നമ്മെപ്പോലെ അവരും ആഖിറത്തിൽ രക്ഷ നേടുന്നവരാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ. ആഖിറത്തിലെ രക്ഷ മുസ്ലിമിനേ ഉള്ളൂ, കാഫിറിന് രക്ഷയില്ല. ഇതുറക്കെ പറയാൻ മടിക്കേണ്ട. ഇത് പറയാൻ ഇവിടെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഉള്ളേടത്തോളം നമുക്ക് പറയാനോ ഉറക്കെ. ഉള്ള സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? ഇസ്ലാമുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ പരലോകത്ത്. അപ്പൊ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ആളുകളെ നല്ലോണം കൂട്ടുന്നതിനാ ഒന്ന്. രണ്ടാമത്തെ ഒന്ന്, ഈ ലോകത്ത് നീതി നടപ്പാക്കണം. ധർമ്മവും നീതിയും നടപ്പാക്കാൻ ഭരണമില്ലാതെ പറ്റില്ല. ഇസ്ലാമിന്റെ നിയമം തന്നെ സമ്പൂർണമായി നടപ്പാക്കാൻ ഭരണമില്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ഭരണവും രാഷ്ട്രീയ ശക്തിയും മേധാവിത്വവും ഒക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആ അനിവാര്യമായ ബലമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും മാത്രമേ സമ്പൂർണമായി നീതി നടപ്പാക്കാൻ, ധർമ്മം നടപ്പാക്കാൻ ഇവിടെ പറ്റൂ. മറ്റേ തോന്നിയവന് തോന്നിയവന്റെ നിയമല്ലേ? രാജാവിന് രാജാവിന്റെ നിയമം. ആ യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് നമ്മളെടുത്ത് വെറുതെ ഉണ്ടായതാ? രാജാവിനൊത്തുകൊണ്ട് വേണം പ്രജകൾ ജീവിക്കാനെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തും അങ്ങനെ. ആ ബ്രിട്ടീഷുകാരൻ കുറച്ചു കാലം ഭരിച്ചതുകൊണ്ട് ആ രാജാവിനൊത്ത് നമ്മൾ ഇന്നും നീങ്ങിയല്ലേ? മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വരെ ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. എവിടെയും ഞായറാഴ്ചയുടെ ഒഴിവ് നമുക്ക് കിട്ടി. നമ്മൾ ഞായറാഴ്ചയിട്ട് എന്താ ബന്ധം? യഥാ രാജ തഥാ പ്രജ എന്നുള്ള ഞങ്ങൾക്ക് വന്നതാണ്. മഞ്ചേരി നാളെ ഈ പരിപാടി വെക്കാത്തത് നാളെ ഇവിടെ ആകെ അടിഞ്ഞെടുക്കായിരിക്കും നിർക്കിട്ടായിരിക്കും. ഇന്ന് ശനിയാഴ്ച അങ്ങനെ അടിഞ്ഞെടുക്കുക. അപ്പൊ യഥാ രാജ തഥാ പ്രജ എന്നൊരു കാര്യമാണ്. ആ വിധത്തിൽ ജീവിക്കുന്ന സമൂഹത്തെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയാധികാരം ഇസ്ലാമിനുണ്ടായാൽ അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റും. അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ നടപ്പാക്കാൻ തീർത്തും ഇസ്ലാമിക രാഷ്ട്രീയാധികാരം ഉണ്ടായേ പറ്റൂ. ആ രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയും അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കാനും അതിന് ഭൂമി മണ്ണിൽ സമൂഹത്തിനിടയിൽ ഒന്നിച്ചു നടപ്പാക്കാനും തീർച്ചയായും യുദ്ധങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളും സമരങ്ങളും ആവശ്യമാണ്. യുദ്ധം എന്ന പേരിനോടാണ് പ്രയാസമെങ്കിൽ സമരമാക്കിക്കളി. സമരം എന്ന പേരും കുറച്ച് മയപ്പെടുത്തേണ്ടെങ്കിൽ ധർമ്മസമരമാക്കിക്കളി. എന്നാലും ഇസ്ലാമിന്റേതായ ജിഹാദ് എന്ന ആ പദത്തിൽ ഉൾക്കൊള്ളുന്നതിനെ നിഷേധിക്കരുത്. അതിനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യരുത്. അതിനെ ചുരുക്കി കാണിക്കുകയും ചെയ്യരുത്. അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട പാഠമാണ് ബദറിൽ നിന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ മക്കം ഫതഹ് അടക്കമുള്ള യുദ്ധങ്ങൾക്കു ശേഷം നബിതങ്ങൾ നടത്തിയ 27 നബിതങ്ങൾ പുറപ്പെട്ട സമരങ്ങൾക്കിടയിൽ 47 നബിതങ്ങൾ പുറപ്പെടാത്ത ശരീഅത്തുകൾക്കിടയിൽ നബിതങ്ങൾ പങ്കെടുത്തുകൊണ്ട് പോരാട്ടം നടത്തിയ 8 യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട യുദ്ധമായും പോരാട്ടമായുമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ബദറിനെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. നബിതങ്ങളുടെ കാലത്ത് നടന്ന 20, 40, 60, 74 സൈനിക നീക്കങ്ങൾ. ഈ 74 സൈനിക നീക്കങ്ങളിൽ നിന്ന് പോരാട്ടം നടന്നതു തന്നെ വളരെ കുറച്ചേയുള്ളൂ. പോരാട്ടം നടന്നതിൽ നിന്ന് കൊല്ലപ്പെട്ടവർ തന്നെ വളരെ കുറച്ചേയുള്ളൂ. കൊല എന്ന് പറഞ്ഞത് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം അറിയാൻ അതാണ്. ഒന്നും തിരിയാത്ത അമുസ്ലിം രാഷ്ട്ര തലവന്മാർക്ക് അറബി തിരിയാത്ത അവർക്ക് അറബി ഭാഷയിൽ അള്ളാന്റെ റസൂല് കത്തയക്കുന്നു. എന്തിനായി കത്ത്? ഇതൊന്നും ആലോചിക്കണ്ടേ നമ്മൾ? റോമിലെ രാജാവിന് പേർഷ്യന്റെ രാജാവിനൊക്കെ കത്തയക്കല്ലേ? ഈ കത്ത് അള്ളാന്റെ റസൂൽ അയക്കുമ്പോ എന്തായാലും ഭാഷ
ഇന്നാലിന്ന ആൾക്ക് ഇന്നാലിന്ന ആളയക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ അയക്കുന്നു. മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ അലീമി ഇലാ ഹിറഖൽ അലിൽ റോം, റോമിന്റെ അധികാരിയായ ഹിറക്കൽ എന്ന ചക്രവർത്തിയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ അയക്കുന്ന കത്ത്. ഇങ്ങനെ ഓരോരോ രാജാക്കന്മാർക്ക് ദശക്കണക്കിന് കത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ അയച്ച കത്തിലുള്ള വാക്കെന്താണ്? അസ്ലിം തസ്ലം ഇല്ല ഫഇന്ന അലൈക ഇസ്മാതു ബാഇക. ഏതാണ്ട് ശരാശരി വാചകം ഇതാണ്: നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ തുടർന്ന് കുഫറിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് മുഴുക്കയും ശിക്ഷയുണ്ട്, അവരുടെ ശിക്ഷ കൂടി നിങ്ങൾക്ക് കിട്ടും. കണ്ടോ നിങ്ങൾ? റോം സാമ്രാജ്യത്തിന്റെ അധിപനായ ഹിറക്കിലെങ്ങാനും ഇസ്ലാമിലേക്ക് വന്നാൽ റോം സാമ്രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഇസ്ലാമികളായി മാറും. അപ്പൊ രാജാവിന് കത്തയക്കുന്നതിലൂടെ ആ രാജാവിനെ പ്രതി ഒപ്പം നിന്ന് ജീവിക്കുന്ന, അനുകരിച്ച് ജീവിക്കുന്ന ആ രാജാവിന്റെ പ്രജകളെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു മാധ്യമമായി നബിതങ്ങൾ കണ്ടത് കൊച്ചു ഭാഷയിലെ നബിതങ്ങളുടെ ഈ പ്രയോഗ അസ്ലിം തസ്ലം. ഇത് വായിച്ചു കൊടുക്കുന്നത് ആരാ? കത്ത് കിട്ടിയാൽ പിന്നെ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് രാഷ്ട്രത്തലവന്മാർക്ക് അറിയും. നമ്മൾ വിചാരിച്ചത് ഇംഗ്ലീഷ് അറിയുന്നവൻ മാത്രമൊന്നും അല്ല ഇവിടെ രാജ്യം ഭരിക്കാൻ പറ്റുക, കേരളം ഭരിക്കാന്. നമുക്ക് തന്നെ പറ്റും ഇന്ത്യ ഭരിക്കാന്. ഇന്ത്യ ഒന്നും അറിയാത്ത നമുക്ക് ഇന്ത്യ ഭരിക്കാം, അതിന്റെ അപ്പുറവും ഭരിക്കാം. ഇംഗ്ലീഷ് അറിയാത്ത മുഖ്യമന്ത്രിമാർ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടില്ലേ? ഭരിക്കുന്നില്ലേ? ഭരിക്കാം. അതാണ് നമ്മുടെ നാട്. അപ്പൊ ആ നാട് നമ്മുടെ നാട്ടിൽ ഭരിക്കുമ്പോ അറിയാം അപ്പൊ എന്തൊക്കെ ചെയ്യാം. ഇംഗ്ലീഷ് കിട്ടിയാലും ഹിന്ദി കിട്ടിയാലും ഉറുദു കിട്ടിയാലും അങ്ങനെ കിട്ടിയാൽ എന്ത് ചെയ്യാമെന്നറിയും. ആ നിലയ്ക്ക് തന്നെ അന്ന് കത്തുകൾ കൈകാര്യം ചെയ്യപ്പെട്ടതും. നബിയുടെ കത്ത് വന്നപ്പോ ആരാ അത് കൊണ്ടുവന്നത്? എന്താ അത് കൊണ്ടുവന്നത്? ദ്വിഭാഷയെ വെച്ചിട്ട് വായിപ്പിക്കുകയാണ്. വായിച്ചു നോക്കുമ്പോഴെന്താ? മുസ്ലിം ആവണം, എങ്കിലേ രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ കുറ്റം കിട്ടും, അനുയായികളെ കുറ്റം കൂടി. ആരാണത്? ചിലരങ്ങനെ അങ്ങനെയുണ്ടോ? അങ്ങനെ ചിന്തിച്ചവരുണ്ട്, നന്നായവരുണ്ട്, കേടുന്നവരുണ്ട്. ഈ കത്തുകൾ ഉണ്ടാക്കിയ പ്രകമ്പനമല്ലേ റോം പേർഷ്യൻ സാമ്രാജ്യത്തിൽ ചലനമുണ്ടാക്കിയത്, വിപ്ലവങ്ങൾക്ക് നിമിത്തമായത്? സകല പോരാട്ടങ്ങൾക്കും സകല വിപ്ലവങ്ങൾക്കും അടിത്തറവാകാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കേവലം ഒറ്റവരിയിൽ എഴുതിയിട്ടുള്ള അറബിലെ കത്ത് നിരക്ഷരരായ അല്ലാഹുവിന്റെ റസൂൽ, അക്ഷരാഭ്യാസമില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച ഈ കത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോരാട്ടം ബഹിഷ്കൃതരായ അല്ലാഹുവിന്റെ റസൂൽ ബഹിഷ്കൃതമായ നാട്ടിലേക്ക് വന്നിട്ട് ആ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കും, ലോകത്തെ ശ്രദ്ധിപ്പിക്കും, ലോകം ഒന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും നിമിത്തമാകും. ഇങ്ങനെയാണ് യൗമുൽ ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും രണ്ട് പാർട്ടിയുണ്ടെന്നും അള്ളാഹു പരലോകത്തെത്തുമ്പോ വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പോരാടിയതായ സംഘങ്ങളെ വിളിച്ചു നിർത്തിപ്പൊരിഞ്ഞ് വിചാരണ ചെയ്യുന്ന നേരത്ത് ബദറിൽ പോരാടിയ ആദ്യത്തെ പോരാട്ട വീരന്മാരെയാകുന്നു വരുത്തുകയാണ് അള്ളാഹു പറഞ്ഞത്. ഹാദാനി ഹസ്മാൻ, ഇത് രണ്ടും രണ്ടു സംഘമാണ്. ഈ രണ്ടു സംഘം 3 പേർ ഖുറൈശികളിൽ നിന്നുള്ള കാഫിറുകളും 3 പേർ ഖുറൈശികളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുമാണ്. ഖുറൈശികളിൽ നിന്നു തന്നെയുള്ള മുസ്ലിമീങ്ങൾ ഖുറൈശികളിൽ നിന്നു തന്നെയുള്ള അമുസ്ലിങ്ങളുമായി പോരാട്ടം നടത്തിയിട്ട് അമുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും ഇസ്ലാമിന്റെ വിജയപതാക മുത്തുകയും ചെയ്തപ്പോ ഈ 2 പാർട്ടിയെയാണ് ഒന്നാമതായി ആഖിറത്തിൽ യോദ്ധാക്കളുടെ കൂടിൽ വെളിവാക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അലിയാർ അതിൽ ഒരാളാണ്. അലിയാർ പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിലാണ് ഈ ഇറങ്ങിയതായത്. ഞങ്ങൾ 3 പേർ, ഞാനും എന്റെ പിതൃവ്യൻ ഹംസയും എന്റെ പിതൃവ്യന്റെ പുത്രൻ സഹോദരൻ ഉബൈദയും, അങ്ങനെ ഞങ്ങൾ 3 പേരുമാകുന്നു ഇസ്ലാമിന്റെ സംഘം. അപ്പുറത്ത് കാണുന്നത് ഉതുബ, ഷൈബ, ഉതുബയുടെ മകൻ വലീദ്, ആ ഖുറൈശികളിലെ മൂപ്പന്മാർ 3 പേരും. ഈ 2 സംഘമാണ് ആദ്യം വിചാരണക്കെടുക്കുന്ന യോദ്ധാക്കളുടെയും പോരാട്ടങ്ങളുടെയും സംഘം എന്ന് പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി ആദ്യം നടന്ന പോരാട്ടത്തിന് സത്യാസത്യ വിവേചനത്തിലുള്ള സ്വാധീനം എത്രയുണ്ട്, പ്രസക്തി എത്രയുണ്ട്, അതെന്തുമാത്രം പങ്കുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആയത്താണ്. ഇല്ലെങ്കിൽ മത്സരയിലെത്തിയിട്ട് ഈ സംഘത്തെ പറയുന്നതിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ള ഈ ബദറിന്റെ ഏറ്റവും വലിയ പാഠം, ഇസ്ലാമിക യുദ്ധം ഇസ്ലാമിക പ്രബോധനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അരോചകമാകട്ടെ അനിഷ്ടമാകട്ടെ, രോഗം മാറാൻ കഷായം കൊടുക്കുന്നത് പോലെ, രോഗി ഇച്ഛിക്കാത്ത അരോചക മരുന്നുകൾ നൽകുന്നത് പോലെ,
സമൂഹത്തിലെ വ്യക്തികൾ ഇഷ്ടപ്പെടാത്ത ചെറിയ ബലപ്രയോഗങ്ങൾ നടത്തിയാൽ ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പറ്റും, ഇസ്ലാമിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടല്ലേ നബി അങ്ങ് വഫാത്തായോടുമ്പോ അറേബ്യൻ സമൂഹം മൊത്തം അറിയും പോലെ മുർത്തദ്ദായി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇതർത്ഥം? ഇതെന്താ നമ്മൾ വായിക്കാത്തത്? ആ പാഠം നമ്മൾ മാറ്റുന്നില്ലല്ലോ. ഒരു തലക്കെ തിരിച്ചാൽ പിന്നെ അട്ടാകെ തിരുത്തേണ്ട ഒരു ഇസ്ലാമിക ചരിത്രം അത് നമ്മൾ നോക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രം ഒരു ഭാഗത്ത് തിരുത്തിയാൽ അങ്ങ് വരെ തിരിച്ചെഴുതേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ഉടനെ തന്നെ എല്ലാ അറേബ്യൻ ഗോത്രങ്ങളിലെ ബഹുഭൂരിപക്ഷവും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദാകാൻ എന്താ കാരണം? അവർ മനസ്സിലാക്കി ഇനി ഇസ്ലാമിന് ശക്തിയില്ല, മുഹമ്മദ് മരിച്ചോടുകൂടി ഇനി ഇസ്ലാമില്ല, മുഹമ്മദിന്റെ ബലത്തിലായി ഇതൊക്കെയെന്ന് മനസ്സിലാക്കി. മുഹമ്മദിന്റെ ബലം, ആ ബലം അറിയിക്കാനല്ലേ ഒന്നാമത്തെ പോരാട്ടം സക്കാത്ത് നിഷേധികളോടായിട്ടും മുർത്തദ്ദുകളോടായിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നടപ്പാക്കിയിട്ട് ഇസ്ലാം ദീന്റെ വലിയ പ്രബോധനാകുന്നത് ആ ബലം കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മദീനന്റെ ചുറ്റുഭാഗമുള്ള അറാബ് മുഴുവൻ ഇസ്ലാമിന്റെ പുറത്തും അറേബ്യൻ ഉപദ്വീപ് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ്. നിബിധങ്ങൾ സാധിച്ചത് എന്താണ്? അറേബ്യൻ ഉപദ്വീപിനെ ഇസ്ലാമിന്റെ അധീനത്തിൽ വരുത്തി. മക്ക, അതുപോലെ തന്നെ മദീന, അതുപോലെ ത്വായിഫ്. മക്കയും മദീനയും ത്വായിഫും ഒക്കെ കൂടി ജസീറത്തുൽ അറബിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇസ്ലാമിലായി. അങ്ങനെ ഒരു ഉപദ്വീപ് തന്നെ ഇസ്ലാമിന്റെ അധീനത്തിൽ നിർത്തിയാൽ ആ സൈനിക ബലവും രാഷ്ട്രബലവും ശക്തിയും കണ്ടുകൊണ്ട് വേണം ഇനി ഇസ്ലാമിന്റെ പ്രബോധനം നടക്കാനും ഇസ്ലാമിന്റെ പെരുമയും കേളിയും ലോകത്തെങ്ങും എത്താനുമെന്നാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള നബിതങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഇസ്ലാമിക ദഅവത്തിന്റെ രീതി. ആ രീതിയിലെ പ്രഥമമായ പോരാട്ടം എന്ന സ്ഥാനം എന്നും ബദറിനുണ്ട്. ബദറിന്റെ പാഠം ഇസ്ലാമിക യുദ്ധത്തിൽ ഇസ്ലാമിന് പ്രചരണത്തിലും ഇസ്ലാമിക ദഅവത്തിലും യുദ്ധങ്ങൾക്കുള്ള പങ്കും യുദ്ധങ്ങൾക്കുള്ള സ്വാധീനവും എന്താണോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ പാഠം നൽകുന്നു ബദർ. ഇസ്ലാമിന് ഏറ്റവും നല്ല പങ്കുണ്ട്. മദീനയിൽ തന്നെ ജൂതന്മാർ ഒട്ടാകെ ഇളകിയത് എന്തുകൊണ്ടാ? ബദറിൽ വെച്ചിട്ടുള്ള പോരാട്ടത്തിന്റെ വീര്യം കണ്ടിട്ട് നമ്മൾ കരുതിയ മുഹമ്മദും കൂട്ടരും സാധുക്കളല്ല ഈ മദീനത്ത് എന്നവർ മനസ്സിലാക്കുകയാണ്. സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ബഹിഷ്കൃതനായ ആ സംഘത്തെ 300 പേരടങ്ങുന്ന ഒരു സംഘം നേരിട്ടപ്പോൾ കനത്ത പരാജയവും കനത്ത ആൾനഷ്ടവും കനത്ത എല്ലാവിധ നഷ്ടവും വരുത്തിയിട്ട് ആ സംഘത്തെ തുന്നം പാറിക്കുകയും തോൽപ്പിക്കുകയും ചെയ്ത ശേഷം മദീനയിലേക്ക് തിരിച്ചൊന്ന് നോക്കുമ്പോ മദീനയിൽ അതുവരെ സഖ്യത്തിലും അതുവരെ കരാറിലും സന്ധിയിലും ദൂതമുഖങ്ങളല്ല നബിതങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു തരം രോഷം, ഒരു തരം അസൂയ. സ്വന്തക്കാര് ജയിച്ചിറക്കി വന്നു തന്നെ ആ തിമ്മിട്ട് നമ്മളോട് വേണ്ട, ആ ധിക്കാരം നമ്മളോട് വേണ്ട, ഞങ്ങൾ മദീനത്തുനിന്ന് കാണിച്ചു തരാന്നുള്ള നിലയില അവര് പിന്നെ പ്രതികരിച്ചത്. ഇത് ബദറില്ലായിരുന്നെങ്കിൽ ഉണ്ടാവൂല. അതുണ്ടായിട്ടില്ലെങ്കിലോ ശേഷമുള്ള അനേകം യുദ്ധങ്ങളില്ലാതെ വരും. ബനൂ ഖുറൈള ഇല്ല, ബനൂ ഖൈനുഖ ഇല്ല, ഖൈബർ ഇല്ല. ഇത്തരം യുദ്ധങ്ങളും നബിതങ്ങൾ തന്നെ പങ്കെടുത്ത പോരാട്ടങ്ങളും ഒക്കെ നടക്കാൻ നിമിത്തമാകുന്നത് നബിതങ്ങളുടെ 47 ശരീഅത്തുകളും 27 ഒസുബത്തുകൾക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിത്തറമാകാൻ, അടിസ്ഥാന നിമിത്തമാകാൻ ബദർ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കിയിട്ടുണ്ട് ബദറിലൂടെ. ഇത് ബദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ പാഠം. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു തആലയിലുള്ള വിശ്വാസം, നബിയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ ഊർജമാക്കി അതിനെ ആയുധമാക്കിയിട്ടുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലാണ് എന്നും വിജയമെന്നും ആൾബലവും ആയുധശേഷിയും ഒന്നും വിജയത്തിന്റെ മാനദണ്ഡമല്ല എന്നും ബദർ നല്ലപോലെ ലോകത്തെ പഠിപ്പിക്കുന്നു. സമൂഹത്തെയും സമുദായത്തെയും മാത്രമല്ല ലോകത്തെ മൊത്തം പഠിപ്പിക്കുന്നു. അഹങ്കാരവും ധിക്കാരവുമായിട്ട് വന്ന സംഘമാണല്ലോ ബദറിലെ പോരാളി സംഘം. നമുക്കറിയാവുന്ന ചില ചരിത്രങ്ങളിലൂടെ ബദറിന്റെ പാഠങ്ങൾ ഞാൻ എങ്ങനെ ഒഴുകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ എതിരാളി സംഘത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു നോക്കി. സൂറത്തുൽ അംഫാലും മറ്റു പല സൂറത്തുകളിലെ ചില ആയത്തുകളും എടുത്തു പരിശോധിച്ചാൽ നിരവധി ആയത്തുകൾ പരാമർശിക്കുന്നതൊക്കെ ബദറാണ്. ആകെ ബദറാണെങ്കിലോ ഒരു 313 ആളും 1000ഓളം പേരും നടന്ന യാദൃച്ഛികമായെന്ന് പറയാവുന്ന തരത്തിലുണ്ടായ ഒരു പോരാട്ടം. യാദൃച്ഛികം തന്നെ നിമിത്തമുണ്ടായില്ല, കാരണമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മുന്നൊരുക്കങ്ങളില്ലാതെ പോയി നടത്തേണ്ടി വന്ന ഒരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ നമ്മൾ കാണുന്ന 2 സംഘത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 2 സംഘത്തിൽ ശത്രു സൈന്യത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്
ويصدون عن سبيل الله والله بما يعملون محيط وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. ഇത് ശത്രുക്കളുടെ അന്നത്തെ നിലവാരവും ശത്രുക്കളുടെ മനോഗതിയും മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ആയത്താണ്. ജൂതന്മാരടക്കമുള്ള വേദക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിലും നമ്മളൊക്കെയും സമൂഹങ്ങളെ മുഴുവനും ധരിപ്പിക്കുന്ന രീതിയിലും അല്ലാഹു പറയുന്നു, വീട്ടിൽ നിന്ന് അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ പെരുമയോടുകൂടെ പുറപ്പെട്ട ആൾബലത്തോടുകൂടെ ഒന്നിച്ചു പുറപ്പെട്ട ആ ധിക്കാരികളെ പോലെയാകരുത് നിങ്ങൾ. ആ ധിക്കാരികളുടെ രൂപമാണ് പറയുന്നത്. ബസറംബരി ആ അന്നാസ്, ധിക്കാരവും അഹങ്കാരവും താൻപോരിമയും മാത്രമായിരുന്നു അവരുടെ പ്രേരകം. ബദർ എന്ന പോരാട്ടത്തിലേക്ക് അവരെ എത്തിച്ചത് വാസ്തവത്തിൽ അവരുടെ പോരാട്ടമാണ്, അവരുടെ ധിക്കാരമാണ്. 1000-ഓളം വരുന്ന ഈ സൈന്യം വാണിജ്യ സംഘമാകുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന സംഘത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉശൈറിലേക്ക് തടയാൻ പോകുമ്പോൾ ആ സംഘത്തിലുള്ളത് 150 പേരാണ്. അതിൽ തന്നെ കുറഞ്ഞ പേരെ തിരിച്ചു പോരുന്ന സംഘത്തിലുള്ളൂ. ആ കുറഞ്ഞ പേരുള്ള സംഘത്തെ നേരിടാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് 1000 പേരോട് യുദ്ധം ചെയ്യേണ്ട അവസരം വെറുതെ ഒരുങ്ങൂലല്ലോ. അതൊരുങ്ങിയത് നമുക്കറിയാം, കഥകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്, ഞാൻ പറഞ്ഞാൽ തീരൂല്ല. അതുകൊണ്ട് ഈ ബദറിന്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. ബദറിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് മക്കയിലെ നസീർ എന്ന സംഘമാണ്. കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന മറ്റൊരു സംഘമാണ് നസീർ. ആ നസീറാണ് ബദറിൽ വെച്ച് പോരാട്ടത്തിൽ വന്നത്. ആ നസീറിനെയാണ് അള്ളാഹു പറയുന്നത്. ഭടന്മാർ 1000-ഓളം ഭടന്മാർക്കാണെങ്കിൽ വേണ്ടത്ര വാഹനം, 200 കുതിരകൾ തന്നെയുണ്ട്. അന്ന് കുതിര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാഹനം. 200 കുതിരകൾ, 700 ഒട്ടകങ്ങൾ. ഈ ഒട്ടക സമേതം ഒന്നിച്ചു വരുന്ന ഈ സംഘം വാസ്തവത്തിൽ വന്നത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിലെ മക്കയിലെ ഖുറൈശികളുടെ ഓരോ വീട്ടിന്റെയും സ്വത്തുൾക്കൊള്ളുന്ന ആ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് രക്ഷപ്പെടുത്താനാണ്. സമ്പത്ത് രക്ഷപ്പെടുത്താൻ പോകുന്ന സംഘം ജുഹ്ഫയിലെത്തിയപ്പോഴേക്കു തന്നെ അബൂ സുഫിയാൻ വഴിമാറി രക്ഷപ്പെടുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ സേനയുമായി ബന്ധപ്പെടാനും ഏറ്റുമുട്ടാനും അവസരമില്ലാതാവുകയും വന്നിട്ടുണ്ട്. അതിനു മുൻപ് വഴി തടയുമെന്ന് കേട്ടിട്ട് ആളെ വിട്ടുകൊണ്ട് മക്കയിൽ പിടിച്ചു കുലുക്കുകയും മക്കക്കാരെ ഇളക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇളകിപ്പുറപ്പെട്ട സംഘം ജുഹ്ഫയിലെത്തിയപ്പോഴേക്ക് അബൂ സുഫിയാൻ വഴിമാറി രക്ഷപ്പെട്ട ശേഷം പറഞ്ഞു, ഞങ്ങളിതാ രക്ഷപ്പെട്ടു, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട് നിങ്ങൾക്കും തിരിച്ചു പോരാം, നമുക്കൊരു പോരാട്ടം ആവശ്യമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരൂ, നമ്മുടെ സമ്പത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഈ സംഘം പറഞ്ഞതെന്താ? ഞങ്ങൾ തിരിച്ചു പോരാൻ വന്നവരല്ല, ഞങ്ങളുടെ ശക്തി കാണിക്കാൻ വന്നവരാണ്. ജനങ്ങളെ ഒന്ന് കാണിക്കണം, അറബ് സമൂഹത്തെ കാണിക്കണം, അറേബ്യൻ സമൂഹത്തിന് അപ്പുറമുള്ള അനർബ് സമൂഹവും ഞങ്ങളുടെ ശക്തി കാണിക്കണം. ആ ശക്തി കണ്ട് ഞങ്ങളെക്കുറിച്ച് പേടിക്കണം. അറബ് സമൂഹം മൊത്തം ഞങ്ങളെക്കുറിച്ച് പേടിക്കാതെ രക്ഷയില്ല, ഞങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ബദറിൽ പോയി 3 ദിവസം തിന്ന് കുടിച്ച് മതിച്ച് സുഖിച്ച് ആഘോഷപൂർവ്വം ഈ വിജയം കൊണ്ടാടിയിട്ട്, നിങ്ങൾ രക്ഷപ്പെട്ട വിജയം കൊണ്ടാടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരൂ. മുഹമ്മദിന്റെ സൈന്യത്തെ ഞങ്ങൾ പേടിപ്പിക്കും, അറബ് സമൂഹത്തെ മൊത്തം ഞങ്ങൾ വിറപ്പിക്കും എന്ന് പറഞ്ഞ അബൂജഹലിന്റെ സംഘം പോന്നത്. എന്താണ് അങ്ങനെ പറയാൻ? ബദർ വർഷാന്തം ചന്ത നടക്കുന്ന സ്ഥല ബദർ. എങ്ങനെയോ ഒരു പോരാട്ടം നടന്ന് പ്രസിദ്ധമായ സ്ഥലമല്ല ബദർ. ബദർ പണ്ടേ വലിയ ടൗണാണ്, അന്നത്തെ കാലത്തെ ടൗൺ. പക്ഷെ കാലത്തിനനുസരിച്ചൊരു ടൗണാണ്. ചന്ത നടക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ചന്ത, അതെന്തെങ്കിലും അതുപോലത്തെ ഒരു ചന്ത സ്ഥലമാണ് ബദർ. വർഷത്തിലൊരിക്കൽ ആ ചന്തയിൽ വന്ന് വലിയ ചന്ത നടത്തിയിട്ട് വലിയ കച്ചവടം നടത്തിയിട്ട് അവിടെ വന്ന് ആഘോഷപൂർവ്വം തിരിച്ചു പോകുന്ന പതിവ് അറേബ്യയിലെ പല ഗോത്രങ്ങൾക്കുമുണ്ട്, ഖുറൈശികൾക്ക് ഏതായാലും ഉണ്ട്. ആ സ്ഥലത്ത് പോയി ഞങ്ങൾ 3 ദിവസം ആറാടി പോരുന്ന് പറഞ്ഞിട്ട് ആ ബദർക്കോലെത്തുന്നത്. നബി പോയത് ബദർക്കല്ലല്ലോ, നബി പോയത് വാണിജ്യ സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന കടലോരത്തെ വഴിയിലോ അതുമായി ബന്ധപ്പെട്ട രാജ്യപ്രദേശത്ത് എവിടെയാണോ സന്ധിക്കുന്നത് ഏറ്റുമുട്ടുന്നെങ്കിൽ അവിടേക്കാണ്. പക്ഷെ ബദറിലേക്ക് എത്തിപ്പെടുന്നത് ഇങ്ങനെയാണ്.
ബദറിൽ ഞങ്ങൾ പോയി ആഘോഷപൂർവ്വം വരുമെന്ന് പറഞ്ഞിട്ട് കുടിച്ച് ഉന്മാദമാടാൻ വേണ്ടി പോയ സംഘം. ആ സംഘം കുടിച്ച് രസിച്ച് 3 ദിവസം നിന്ന് പോരാൻ വേണ്ടിയിട്ടുള്ള തീറ്റയായിട്ടാ പോയത്. തുടക്കം മുതൽ തന്നെ അവസാനം വരെ എന്തോ ഒരു തീറ്റയും ഹുഷ്യാവൾക്ക്. തുടക്കം മുതൽ 10 ഒട്ടകം അബൂജഹൽ അറുത്തു കൊടുക്കുന്നു. അബൂജഹലിന് ശേഷം ഉസ്മാനിലെത്തിയപ്പോ ഉമയ്യത്ത് മുതലപ്പോ 9 ഒട്ടകം, ഹുദൈദിലെത്തുമ്പോ 10 ഒട്ടകം. ഹുദൈദിൽ നിന്ന് അവർ ഒരു ദിവസം താമസിച്ച സ്ഥലമുണ്ട്, സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം. ആ പ്രദേശത്ത് വെച്ച് ഷെയ്ബ 9 എണ്ണം. പുലരുമ്പോൾ ജുഹയിൽ, ആ ജുഹയിൽ വെച്ച് 10 ഒട്ടകം ഋതുബ. അബവായിലെത്തുമ്പോൾ അവിടെ നബീഹ് മുനബ്ബിഹ് എന്ന ഖുറൈശി പ്രമുഖർ ചേർന്ന്, ഒരു വാപ്പാന്റെ മക്കളാവർ, അവർ ചേർന്ന് ഹജ്ജാജിന്റെ മക്കൾ നബീഹ് മുനബ്ബിഹ് 10 ഒട്ടകം. ശേഷം പിന്നെ 10 ഒട്ടകം അബ്ബാസ് എന്നവർ ബദറിന്റെ വെള്ളത്തിങ്കിൽ വെച്ച്, അബുൽ ബുഹ്തരി ഒരു 10 ഒട്ടകം. ഇങ്ങനെ 10ഉം 9ഉം 10ഉം 9ഉം 10ഉം 9ഉം ഒട്ടകം ഈ അറുത്തിട്ട് അതിന്റെ മാംസം ചുട്ടും പൊരിച്ചും കരിച്ചും തിന്ന് കൂത്താടിപ്പോകുന്ന സംഘമാണ് ബദറിലെത്തുന്നത് വരെയും. ഇവർ ബദറിലെത്തിയിട്ടും 10 ഒട്ടകത്തിന്റെ മാംസം തിന്നു. ഇനി അവർ അവരുടെ സ്വന്തം തീൻഭാണ്ഡങ്ങളിൽ നിന്നും ഭാണ്ഡക്കെട്ടുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിയുന്നതിനിടയിലാണ് പോരാട്ടമുണ്ടാകുന്നത്. ഈ പോരാട്ടത്തിന്റെ മുമ്പിലത്തെ ഓട്ടത്തിന് വരുമ്പോഴുള്ള അവരുടെ നിലയാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സംഘത്തിന്റെ നിലയോ നേരെ വിപരീതം. അല്ലാഹുവിന്റെ റസൂലിന്റെ സേനയുടെ നില, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുന്നവർ പോരട്ടെ, അല്ലാത്തവർ പോരണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു സംഘം ഒന്നിച്ചു പോന്നു. ഒന്നിച്ച് പോന്നവരെ മുഴുവൻ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റൂല. കാലും ഉടന്തിയോലുണ്ടാവും, കുട്ടികളുണ്ടാവും. എവിടുക്കാ ഒരു സംഘം പോണോന്ന് അറിയുമ്പോൾ അങ്ങോട്ട് കൂടിയോലുണ്ടാവില്ലേ? പറ്റുന്നവരും പറ്റാത്തവരും ഉത്തരവാദിത്തമുള്ളവരും കുടുംബനാഥന്മാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാകും. അപ്പൊ അവരൊക്കെ നബിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് നബി തങ്ങൾ അത്യാവശ്യം ഒരു 2 കിലോമീറ്റർ വന്ന സംഘവുമായി അങ്ങ് സഞ്ചരിച്ചു. അത്യാവശ്യം ബിഉറു അബീഉത്ബ എന്ന 2 കിലോമീറ്റർ സഞ്ചരിച്ച പ്രദേശത്തെത്തിയപ്പോ നബി സൈന്യത്തെ ഒന്ന് ഒരുക്കിയിട്ട് പരിശോധിച്ചു. ആരൊക്കെ ഉണ്ട് ഇതിൽ കൊണ്ടുപോകാൻ പറ്റിയത്, ആരൊക്കെ മടക്കേണ്ടതുണ്ട്. പ്രായമാകാത്ത കുട്ടികളെയൊക്കെ മടക്കി. അനേകം പേർ അതിൽ മടങ്ങിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർക്ക് അതിൽ മടങ്ങിയവരിൽപ്പെട്ടവരാണ്. പ്രധാനപ്പെട്ട അനേകം സഹാബിമാരായി പിന്നീട് വന്നവർ കുട്ടികളായ പേരിൽ അന്ന് മടക്കപ്പെട്ടവർ ധാരാളമുണ്ട്. കാരണങ്ങളുടെ പേരിൽ മടക്കപ്പെട്ടവരുണ്ട്. അവരൊക്കെ മടക്കിയിട്ട് അള്ളാന്റെ റസൂല് പോരാൻ വേണ്ടി നിർത്തിയ എണ്ണത്തെങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ നോക്കി. എത്ര പേരുണ്ട്? 313 പേർ. അല്ലാഹുവിന്റെ റസൂൽ മതി. ഇദ്ദത്തു അസ്ഹാബി ത്വാലൂത്ത്. മൂസാ നബിയുടെ ജനതയിൽ ത്വാലൂത്തിന്റെ കൂടെ ധർമ്മത്തിനു വേണ്ടി, ധർമ്മസമരത്തിനു വേണ്ടി, നമുക്ക് മുമ്പുള്ള ബനൂ ഇസ്രായേലിൽ ധർമ്മസമരവും യുദ്ധവും നടപ്പായ ഒരു സമൂഹമാണ് മൂസാ നബിന്റെ സമൂഹം. ക്രിസ്ത്യാനിറ്റിക്ക് പക്ഷെ യുദ്ധമല്ല. അതിടയിൽ വന്നതാപ്പി തകരാറ് മുഴുവൻ. ക്രിസ്ത്യാനിറ്റിന്റെ ഊക്ക് വന്നതാപ്പി കരുണന്റെ ദീനേറ്റ് വരാനുള്ള എല്ലാ കാരണവും. ഈ കരുണന്റെ മുൻപ് കരുണയും ശക്തിയും ഒന്നിച്ചു നിന്നിരുന്ന ബനൂ ഇസ്രായേലിലെ പ്രസ്ഥാനം മൂസാ നബിയുടെ പ്രസ്ഥാനമാണ്. ആ മൂസാ നബിയുടെ ജനതയിലെ ത്വാലൂത്തിന്റെ കൂടെ പോയി യുദ്ധം ചെയ്ത ആളുകളുടെ എണ്ണം തന്നെ ലക്ഷ്യം നേടിയിട്ടുണ്ടവർ. ആ ശുഭലക്ഷണം കണ്ട് നമുക്കും മുന്നോട്ട് നീങ്ങാം. 313 പേർ നമ്മൾ പറയുന്ന ബദരീങ്ങൾ. ആ ബദരീങ്ങളുമായിട്ടാണ് നബിതങ്ങൾ പോകാൻ പുറപ്പെടുന്നത്. അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ലാത്തുൽ ഫുദൂൽ എന്ന പേരിൽ നബിതങ്ങൾ വിളിക്കുന്ന നബിയുടെ പടയങ്കി. നബിക്ക് പടയങ്കിക്ക്, കുതിരക്ക്, അങ്ങനെ ഓരോന്നിനും പേരുണ്ട്. എന്തിനും പേരിടും നബി. അത് നമുക്കും നല്ലതാണ്. എന്തിനും പേരുണ്ട് സുന്നത്ത്. തപ്പിത്തരാതിരിക്കാനും വേറെ പല കാരണങ്ങൾക്കും. പക്ഷെ നബിന്റെ അത്ര ആവശ്യം നമുക്കുണ്ടാവില്ല. കാരണം നബി എന്ന മൊത്തം ഒരു സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നേതാവും മാതൃകയുമാണല്ലോ. ആ നിലക്ക് പല തിരിച്ചറിവുകളും എല്ലാവർക്കും പലതും ശിപ്പാകാതിരിക്കാനൊക്കെ ആവശ്യമുണ്ട് നബിക്ക്. നമുക്ക് അത്ര തന്നെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും അന്ന് നമ്മളെ ഇമാമുകളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മരണപ്പെട്ട കുട്ടികൾക്ക് വരെ പേരുള്ള സുന്നത്താന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പേരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടത് റാത്തുൽ ഫുദൂൽ എന്ന പടയെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ധരിച്ചു. അന്ന് കഴുത്തിലണിഞ്ഞതാവട്ടെ അൽ അവബ് എന്ന പേരിൽ നബി പേരിടുന്ന വാളാണ്. നബിക്ക് പല വാളുകളുണ്ട്. ദുൽഫഖാർ എന്നറിയുന്ന വാള് കേട്ടില്ല നിങ്ങൾ? അലിയാർക്ക് കൊടുത്ത വാള്, അത് നബിയുടെ ഒരു വാളാണ്. ആ വാളിന്റെ കൂട്ടത്തിൽപ്പെട്ട നബിയുടെ ഒരു വാളാണ് അൽ അവബ്. ആ വാള് നബിതങ്ങൾ കഴുത്തിൽ തൂക്കി പടയങ്കി ധരിച്ച് നബിതങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം 313 പേർ. ആ 313 പേരെ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ആകെ അവരിലുള്ളത് 2 കുതിര, കൂടി വന്നാൽ 3 കുതിര, 9 പടയങ്കി,
നബിന്റേതാ ഒരു പടയങ്കി, ബാക്കി 8 പടയങ്കിയാണ് 313 പേർക്ക്. പടയങ്കി എന്ന് പറഞ്ഞാൽ വെട്ടും കുത്തും തട്ടാതക്കാനും ഏറ്റുധരിക്കുന്ന ഇരുമ്പിന്റെയോ തോലിന്റെയോ ഒക്കെ അങ്കിയുണ്ട്. ഇരുമ്പിന്റെ അങ്കിയാ സാധാരണ വരെ ഈ ഇരുമ്പിന്റെ അങ്കി. ഈ ഇരുമ്പിന്റെ അങ്കി ആകെ അവരുടെ കയ്യിൽ 9. വാളുകളാകെ നബിന്റെ അളവുണ്ട്, ബാക്കി 7 ആളുകൾക്ക് വാളുള്ളൂ. 8 വാളാണെന്ന് ആകെ ആ സമൂഹത്തിലുള്ളൂ. ഒട്ടകമാകട്ടെ 313 പേർക്ക് ആ മരുഭൂമികൾ താണ്ടാൻ മൊത്തമുള്ളത് 70 ഒട്ടകങ്ങൾ. 300 പേര് ഈ 70 ഒട്ടകപ്പുറത്ത് പോകണമെങ്കിൽ 3ഉം 4ഉം ആളുകൾ ഊഴം വെച്ച് കയറണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 3 പേര് 4 പേര് ഊഴം വെച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയിരുന്നത് ബദറിലേക്കുള്ള യാത്രയിൽ വന്നത്. ഈ വിധം ഒട്ടകമില്ലാത്ത, വാഹനമില്ലാത്ത, ആയുധമില്ലാത്ത ഈ സംഘത്തിന്റെ രൂപം നോക്കുമ്പോഴോ അധിക പേർക്കും കാലിൽ ചെരുപ്പില്ല. മരുഭൂമിയിലെ പഴുത്ത മണലിലൂടെ സഞ്ചരിക്കാൻ കാൽനട മാത്രം രക്ഷയുള്ള ഈ വിഭാഗത്തിന് കാൽനടക്ക് ഉപയോഗപ്പെടുത്താനുള്ള ചെരുപ്പില്ല, പാദരക്ഷയില്ല. ഈ പാദരക്ഷയില്ലാത്ത സംഘത്തെയാണ് നബി കാണുന്നത്. മുഴുവൻ ശരീരത്തിൽ മറക്കാൻ പറ്റുന്ന വസ്ത്രം ധരിച്ചവർ അവരിൽ വളരെ കുറവാണ്. ഇവരെയാണ് നബി കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കിക്കണ്ട തന്റെ സംഘത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാ ഫഹ്മിൽഹും. അല്ലാഹുവേ, ഇവർ കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്തവരാണ്. നീ അവരെ തിരിച്ചു പോരുമ്പോൾ നല്ല വാഹനപ്പുറത്ത് നാട്ടിലെത്തിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത് ഫക്സുഹും. പടച്ചവനെ, ധരിക്കാൻ വസ്ത്രമില്ലാത്ത ഒരു ചുറ്റുവസ്ത്രം കൊണ്ട് മാത്രം മറച്ചിട്ടുള്ളവരാണ് ഇവരിൽ അധിക പേരും. ഔറത്തിന്റെ അപ്പുറം മരിച്ചവർ ഇവർ വളരെ കുറവാണ്. മറക്കാനും ധരിക്കാനും വസ്ത്രമില്ലാത്ത ഇവരെ ഫക്സുഹും, ഈ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ നീ എമ്പാടും ധരിക്കാൻ വക നൽകണമേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഅ്. അവർക്ക് വിശപ്പടക്കാനും ചുട്ടടക്കാനും മാർഗമില്ല. പൊരിഞ്ഞ വയറുമായി, ഒറ്റിയ വയറുമായാണ് എന്റെ സുഹൃത്തുക്കൾ കൂടെ പോരുന്നത്. അവരെ ഫഅശ്ബിഉഹും, വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള വക നീ അവർക്ക് നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ആല. കുടുംബ ബാധ്യതയുള്ളവരും കുടുംബ ചുമടുള്ളവരുമാണ് അവരിൽ ബഹുഭൂരിപക്ഷവും. നേരിൽ വരുന്ന ജീവിതത്തിൽ അവർക്ക് സ്വാശ്രയത്വം നൽകണം, അവർക്ക് കഴിവ് നൽകണം. ഈ സമ്മാനത്തിലും ഗനീമത്തിലും അവർ സമ്പന്നരാകണം പടച്ചവനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് നോക്കിയിട്ട് ദുആ ചെയ്യുമ്പോ ആ ദുആയിലുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ആ സൈന്യത്തിന്റെ അന്നത്തെ ഏറ്റവും ദയനീയമായ പരിതസ്ഥിതി. ഈ 2 പരിതസ്ഥിതികളിലുള്ള 2 സംഘങ്ങൾ തമ്മിലാണ് ബദറിലെ പോരാട്ടമെന്ന് പറയുമ്പോൾ ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ശേഷി കൊണ്ടോ പെരുമ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ കുടിച്ചു മതിച്ചു സുഖിക്കാനുള്ള, അറബികളെ പേടിപ്പിക്കും വിറപ്പിക്കും എന്ന ധിക്കാരം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ കാര്യമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സൈന്യം പഠിപ്പിക്കുന്നു. നബി തങ്ങളുടെ കൂടെ പോകുന്നവർ 2ഉം 3ഉം ഒട്ടകപ്പുറത്ത്. നബിന്റെ കൂടിന്റെ ആളെ നബിക്കായിട്ടൊരൊട്ടകം കൊടുക്കുന്നില്ല 70 ഒട്ടകത്തിൽ നിന്ന്. കൊടുക്കാഞ്ഞിട്ടല്ല, നബി തെരഞ്ഞെടുക്കാഞ്ഞിട്ട്. ഓരോരുത്തരെ 3 പേരെ വിഹിതം വെച്ചു. ചില ഒട്ടകപ്പുറത്ത് 4 പേർ. ആ 4 പേർ വിഹിതം വെച്ചവരിലാണ് ഒരുപക്ഷെ നബി വിടുക. ഒരവസരത്തിൽ 3 പേരേ ഉള്ളൂ. ആ 3 പേരിൽ ഒരാൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആദ്യത്തിൽ. പിന്നീട് വഴിയിൽ വെച്ച് അദ്ദേഹത്തെ വേറൊരാവശ്യത്തിന് മടക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വരുന്നത് പിന്നീട് അലി, മർസദ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. അലിയാരും നബിയും അബൂ ലുബാബയും ആദ്യം, അലിയാരും മർസദും നബിയും പിന്നീട്. ഈ 2 വേളയിൽ നബിയോടൊപ്പം 2 സഹയാത്രികരാണ്. ആ സഹയാത്രികൻ നബിനോട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നടക്കാം, അങ്ങ് വാഹനപ്പുറത്ത് കയറൂ, അങ്ങ് ഞങ്ങളുടെ യജമാനൻ നേതാവ് സയ്യിദ്, അങ്ങ് ഞങ്ങളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ലോകത്തിന്റെ സയ്യിദ്, അങ്ങാണ് യുദ്ധം നയിക്കേണ്ടത്, അങ്ങാണ് ജനങ്ങളെ പവറോടുകൂടെ ഭരിക്കേണ്ടത്, അങ്ങേക്ക് ക്ഷീണം വന്നാൽ കുഴങ്ങിപ്പോകും, ഞങ്ങൾ പ്രശ്നമല്ല, അതുകൊണ്ട് ഞങ്ങൾ നടക്കാം, അങ്ങേക്ക് പകരം കൂടി ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എന്നെക്കാൾ കരുത്തരല്ലല്ലോ നിങ്ങൾ 2 പേരും. നിങ്ങളെക്കാൾ അള്ളാഹുവിന്റെ പ്രതിഫലം വേണ്ടാത്തവനല്ലല്ലോ ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾക്ക് എന്നെക്കാൾ കഴിവ് വേണം, ബലം വേണം, എങ്കിൽ ഞാൻ എനിക്ക് പകരം നിങ്ങൾ നടന്നോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ കൂലി വേണ്ടാത്ത ആളാകണം ഞാൻ.
അള്ളാഹു ഈ സൈനിക നീക്കത്തിനിടയിലെ ഓരോ സ്റ്റെപ്പിലും ഓരോ സെക്കൻഡിലും ഓരോ ചുവടുവെപ്പിലും നൽകുന്ന പ്രതിഫലം നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമുള്ളവനാണ് ഞാൻ. നിങ്ങളെക്കാൾ കൂടുതൽ പരലോകത്ത് അള്ളാഹുവിന്റെ അതിരിൽ മോഹമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കൂലി ആവശ്യമുള്ളവരല്ല നിങ്ങൾ. ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും ഊഴം വെച്ച് മറ്റുള്ളവർ പോകുമ്പോലെ തന്നെ പോകണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ പോകുന്ന സംഘമാണ് സംഗതി വശാൽ ബദറിൽ വെച്ച് പോരാടേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. പോരാട്ടത്തിൽ നേർവിപരീതമായിട്ട് മാറുക. പോരാട്ടം കഴിഞ്ഞ ഒരൊറ്റ പ്രതികരണം മതി. തമാശക്കാരനായ ഒരാളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ, സലമത്ത് ബിൻ സുലാമ റളിയല്ലാഹു അൻഹു. സലമത്ത് ബിൻ സുലാമ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അള്ളാഹുവിന്റെ റസൂലിനോട് പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരണം നബി തങ്ങൾ അന്വേഷിച്ചതിന് പറഞ്ഞ മറുപടി, നബിയെ എന്താ ചെയ്യാ, ഞങ്ങൾ മുടി കൊഴിഞ്ഞ കിളവികളെയാണ് കണ്ടുമുട്ടിയത്. ഏറ്റുമുട്ടുമ്പം പ്രതിയോഗികൾ മുടി കൊഴിഞ്ഞ പാവം കിളവികൾ, ഒന്നിനും കൊള്ളാത്തവർ. ഞങ്ങൾ തൊട്ടാൽ ഞങ്ങളുടെ കൂടെ പോരുന്നു, ഞങ്ങൾ അടിച്ചാൽ നിർദ്ദയം പഞ്ചപുച്ഛമടക്കി നിന്നു തരുന്നു, ഞങ്ങൾ വെട്ടിയാൽ കൊല്ലപ്പെടാൻ പാകത്തിൽ അവർ ഒതുങ്ങിത്തരുന്നു. ഇത്തരം കിളവികളായ മുടി കൊഴിഞ്ഞ കിളവികളെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. സംഘടനയിൽ ബന്ധിക്കപ്പെട്ട ഒട്ടകങ്ങൾക്ക് സമാനം, അറക്കാൻ നിർത്തിയ ഒട്ടകങ്ങൾക്ക് സമാനം ഞങ്ങളുടെ കൂടെ അനുസരണയോടുകൂടെ അവരിങ്ങനെ പോരുന്നു. അപ്പൊ ഞങ്ങളങ്ങോട്ട് അർപ്പൂട്ടനെ എന്താ 70 ആളുകളല്ലേ ഒന്നിച്ചു കൊല്ലപ്പെടുന്നത്? കൊല്ലലൽപ്പം നിർത്തിക്കോളി, കൊല്ലുന്നതിലേറെ പിടിക്കാൻ നോക്കിക്കോളിന്ന് അള്ളാന്റെ റസൂലിന്റെ ഓർഡർ എത്തി നോക്കുമ്പോൾ തൊട്ടാൽ പോരും. പിന്നെ തൊട്ടാൽ കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാൽ മതി. വാന്ന് പറഞ്ഞ അനുസരണയോട് കൂടെ വരുന്നു ഇവർ. എന്തിന്? ജീവൻ രക്ഷപ്പെടുത്താൻ. തൊട്ടപ്പം പോകുന്നില്ലെങ്കിൽ ധിക്കാരം കാണിച്ചാൽ വെട്ടും. ഈ വെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തൊട്ടാൽ കൂടെ പോരുന്ന ബന്ദികളായ 70 പേരെയും 70 ആളുകളെ അങ്ങ് അറക്കപ്പെടുകയും ചെയ്ത ഈ രംഗം വിവരിച്ചുകൊണ്ട് മഹാനോട് പറഞ്ഞത് ഇതാ, പടുകിളവികൾ, മുടി കൊഴിഞ്ഞ പടുകിളവികൾ. ഒട്ടകം പോലെ അറക്കാൻ കാത്തു നിന്നപ്പോ ഞങ്ങളങ്ങ് അർത്തുവിട്ടു. മൂപ്പൊരു തമാശക്കാരനാണ്. ആ തമാശ ബദറിലേക്ക് പോകുന്നതിന് മുമ്പും നടന്നു. ബദറിലെ സൈന്യത്തിന്റെ നിലപാടും നിലയുമൊക്കെ അറിയാൻ വേണ്ടി അർക്കും വബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു അറാബിയെ കണ്ടുമുട്ടി. ആ അറാബിയോട് വിവരങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോ ആ അറാബിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഏതെങ്കിലും വഴിക്ക് വന്ന ആ കച്ചവട സംഘം പോയോ അങ്ങോട്ട് പോയോ നോക്കുമ്പോ ഒന്നും അറിഞ്ഞൂടാ. പാവം അറാബി. അയാളുടെ അടുത്ത് ഒരു വിവരമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാന്റെ റസൂല് അദ്ദേഹത്തെ പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തോട് അന്വേഷിച്ചു. ഒന്നും നടന്നില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു, അതാ റസൂലുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ട്, റസൂലുള്ളാഹിക്ക് ഒരു സലാം പറഞ്ഞു പോയിക്കോ എന്ന അറാബിയോട്. അള്ളാന്റെ റസൂല് കൂടെ ഉണ്ടോ? സലാം പറഞ്ഞു അദ്ദേഹം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. റസൂൽ. പിന്നെ അദ്ദേഹം റസൂലാണോ എന്ന് ഉറപ്പുവരുത്താൻ നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അയാൾ ഒട്ടകത്തെ കാണിച്ചിട്ട്, എന്റെ ഈ ഒട്ടകത്തിന്റെ പള്ളന്റെ ഉള്ളിൽ എന്താണ് എന്ന് നീ റസൂലാണെങ്കിൽ പറയാന്ന് റസൂലുണ്ട്. ഈ ഒട്ടകത്തിന്റെ പള്ളന്റെ ഉള്ളിൽ എന്താണ് എന്ന് അള്ളാന്റെ റസൂലിനോട് പറയാനായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളന്റെ ഉള്ളിലുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് പറയാനായി പറയുന്നത്. ആണൊട്ടകാണോ പെണ്ണൊട്ടകമാണോ എന്ന് ഈ പള്ളന്റെ ഉള്ളിലുള്ളത് പറയാൻ ഈ ഒരു റസൂലാണെങ്കിൽ. അപ്പൊ ഈ പറഞ്ഞ സലമ വിളിച്ചു, വാ, അതിന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കണ്ട, ഞാൻ പറയാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ആള് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ആ ഒട്ടകത്തെ രമിച്ചു, ഭക്ഷിച്ചു, നീ അതിന് ഗർഭമുണ്ടാക്കി, നിന്റെ കുട്ടിയാണ് ആ ഒട്ടകത്തിന്റെ പള്ളിയിൽ നിന്ന് ഇയാൾ പറഞ്ഞു. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, റജുൽ, ആ മനുഷ്യനോട് ഇത് തോന്നിയാസം പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അത്രയും പറഞ്ഞ് സലമയെ പിന്നൊന്നും പറഞ്ഞില്ല. സലമനെ എത്രയേ പറഞ്ഞുള്ളൂ? റജുൽ, അയാളോട് ഇത് മോശം പറഞ്ഞല്ലോ, വേണ്ടാത്ത വാക്ക് പറഞ്ഞല്ലോ. സലമ അത്ര തമാശക്കാരനാണെന്ന് എനിക്കറിയാം. ആ തമാശയോടുകൂടെ തന്നെ അള്ളാന്റെ റസൂല് അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിച്ചു. എന്നാൽ ഇതൊരു മോശം വാക്കായിപ്പോയി എന്നറിയിക്കാൻ റജുൽ എന്ന് പറഞ്ഞ് നബി തങ്ങൾ തന്റെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിട്ട സലമ, ഈ സലമ പറഞ്ഞത് നല്ല പടുകിഴവികളെ പോലെയെന്നാണ്. ഇതന്നെയാണ് അന്നത്തെ അവസരം. ഈ വിധത്തിൽ തോറ്റ് തുന്നം പാറിയ വിഭാഗമാക്കിയിട്ട് ഈ സർവായുധ വിഭൂഷിതരായ ആളുകളെ മാറ്റിയത് ബദർ നൽകുന്ന വലിയ പാഠം. എന്താ പാഠം? അഹങ്കാരം കൊണ്ട് കാര്യമില്ല, ആൾബലം കൊണ്ട് കാര്യമില്ല,
എന്നാൽ എല്ലാം ഉണ്ടായിട്ടും തിരിച്ചും വരാം ചില പരീക്ഷണ ഘട്ടങ്ങളിൽ. അതില്ലാത്തപ്പോഴെല്ലാം ഈമാനുമായി ആയുധം കുറഞ്ഞ് അംഗസംഖ്യ കുറഞ്ഞേ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പോരാടിയിട്ടുള്ളൂ. അപ്പോഴൊക്കെയും വിജയം കിട്ടിയിട്ടുമുണ്ട്. അത്തരം ചെറിയ ചെറിയതും വലുതുമായ ഒരുപാട് പാഠങ്ങൾ ബദറിലുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നിദർശനമാകുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരമാകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സന്ധാരണത്തിനിടയിൽ നമുക്ക് വഴിയടയാളങ്ങളാകുന്ന ചെറിയ ചെറിയ പാഠങ്ങൾ ധാരാളം. സാധാരണ ബദറിലെ താമസസ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വരെ ഇത് കാണാം. നിബിധങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിൽ വഴി നോക്കി ലക്ഷ്യം നോക്കി മാറിയും തിരിഞ്ഞൊക്കെ പോവുക. ആ തിരിയലിനിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി തിരിഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നടക്കുന്ന ഒരു സ്ഥാനം നോക്കല്, സ്ഥലം നോക്കല്, ലക്ഷണം നോക്കല്, ശുഭലക്ഷണം നോക്കല്, അവലക്ഷണം നോക്കല്, ഇതിനൊക്കെ നമുക്കൊരു ചെറിയ പ്രമാണം ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദറിലെ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ കാണും. സൊഫ്ര എന്ന ഒരു കറിയ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ അപ്പുറവും ഇപ്പുറവും മലയാണ്. രണ്ട് മലകൾക്കിടയിലുള്ള ഇടുക്കാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് നിർത്തിയത്. ഇവിടെ എങ്ങോട്ട് കടക്കണം, ആ ഭാഗത്തിലൂടെ പോകണോ, ആ ഗ്രാമത്തിലേക്ക് പോകണോ എന്നറിഞ്ഞപ്പോ നബിതങ്ങൾ ആ വഴിയിൽ വെച്ച് ആ പ്രദേശത്തുകാരോട് ആ മല ഏതാണെന്ന് ചോദിച്ചു. രണ്ടു മല. ആ രണ്ടു മലന്റെ പേര് ഒന്ന് മസ്ലഹ്, ഒന്ന് മഹ്റൽ. ഒന്ന് ഈ അറസിട്ട മാടുകളുടെയും മൃഗങ്ങളുടെയും ഒക്കെ തോല് കീക്കുന്ന സ്ഥലം, മറ്റൊന്ന് മനുഷ്യൻ വിസർജിക്കുന്ന സ്ഥലം മഹ്റ. മഹ്റ എന്നതിന് അർത്ഥം പറയാന്ന് വെച്ചാല് നമ്മൾ മലം വിസർജിക്കണേന് ഏറ്റവും നാടനൊരു ഭാഷയല്ലേ നമ്മുടെ ഏറനാട്ടിലെ ഭാഷ, ആ ഭാഷ പറയണം. ആ സ്ഥലം എന്നാണ് അറബിലുള്ള ആ ഭാഷയൊക്കെ ഹിറ എന്നറിയില്ലേ. വിസർജിക്കണേന് പല പ്രയോഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ ഏറനാടൻ ഭാഷയിൽ പറയുന്ന ഏറ്റവും മോശപ്പെട്ട തൂന്ന് തുടങ്ങുന്ന ഉണ്ടല്ലോ, അതാണ് ഹിറ. ആ ഹിറാത്തിന്റെ സ്ഥലത്തിന് ആ മഹ്റ എന്ന് പറയുന്നത്. മഹ്റ മസ്ലഹ്. അല്ലാണ്ട് റസൂലിന്റെ അപലക്ഷണം തോന്നി ഈ രണ്ട് സ്ഥലവും ശരിയില്ല. ഇവിടെ താമസിക്കുന്നവരുടെ പേരെന്താ, അവിടെ താമസിക്കുന്ന ഏതാ കൂട്ടർ? അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഇവിടെ പ്രധാനമായും താമസിക്കുന്നത് രണ്ട് ഗോത്രക്കാരാണ് നാട്ടുകാർ, ബനുന്നാർ, ബനു ഷിഹാഖ്. ഒന്ന് തീയാര്, തീയിന്റെ മക്കള്, ഒന്ന് കരിയലിന്റെ മക്കള്, തീ കത്തലിന്റെ മക്കള്. തീയും തീ കത്തലും നാട്ടുകാരും പറ്റിയില്ല, രാജ്യത്തിന്റെ പേരും പറ്റില്ല. നമുക്കിവിടം വിടാം. ഇത് വാസ്തവത്തിൽ ഗൈഫാർ ഗോത്രത്തിൽ രണ്ടു ശാഖയാണ്. ഈ രണ്ടു ശാഖയുടെ പേര് നോക്കി, മലയുടെ പേര് നോക്കി അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മാറി. ആ സൊഫറായിലേക്കും പോയില്ല, ആ മലയെയും തിരിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ വലഭാഗത്തേക്ക് പോയി, ഇടഭാഗത്തേക്ക് അത് വിട്ടു. അങ്ങനെയാണ് റിഫ്ആ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വളരെ പ്രധാനമായ സംഭവം, കൂടിയാലോചനയും യുദ്ധത്തിന്റെ തീരുമാനവും എടുക്കുന്ന താഴ്വരയിൽ നബി എത്തിയത്. അവലക്ഷണവും ശുഭലക്ഷണമൊക്കെ നോക്കുന്നത് നബിയുടെ ജീവിതത്തിലുണ്ട്. സാന്ദർഭികമായി ബദറിന്റെ ചരിത്രത്തിലും ഇത് കണ്ടു. ഈ ചരിത്രപ്രകാരം നബിതങ്ങൾ ശുഭലക്ഷണം നോക്കി അവലക്ഷണം തടഞ്ഞ് നബിതങ്ങൾ വലത്തോട്ട് നീങ്ങി ചെന്നെത്തിയത് റഫ്രാൻ. റഫ്രാനിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വിവരം കിട്ടി, മക്കയിൽ നിന്നുള്ള നഫീർ സംഘം പുറപ്പെട്ടിരിക്കുന്നു. മക്കയിലേക്ക് ഷാമിൽ നിന്ന് പോകുന്ന വാണിജ്യ സംഘമാണെങ്കിൽ വഴി തിരിയാനുള്ള ശ്രമങ്ങളുമാണ്. അവരുടെ കയ്യിൽ നമ്മുടെ വിവരമുണ്ട്. അവർ ഷാമിലേക്ക് പോകുമ്പം തന്നെ ശത്രുക്കളെ തടയാൻ നബി വന്നത് അറിഞ്ഞിട്ടുണ്ട് അബൂ സുഫിയാൻ. അതുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ ജാഗ്രതയിലാണ്. ആ ജാഗ്രത പ്രകാരം ചാരന്മാരെ വെച്ച് മദീനത്തെ ആളുകൾ പിടിക്കാൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ രണ്ടു സംഘങ്ങളെ സ്വഹാബത്തിന്റെ മുൻപിൽ നബി തങ്ങൾ അവതരിപ്പിക്കുന്നത് റഫ്രാൻ എന്ന താഴ്വരയിലെത്തുമ്പോഴാണ്. അതിനു മുൻപ് സ്വഹാബത്തിൽ ബഹുഭൂരിപക്ഷത്തിനും രണ്ടു സംഘങ്ങളെക്കുറിച്ചുള്ള വിവരമില്ല. ഒരു വാണിജ്യ സംഘം മാത്രമേ മുന്നിലുള്ളൂ. വാളുകളുടെ ദാരിദ്ര്യം കേവലം ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനതയും കൊണ്ട് മാത്രമല്ല, പോരാട്ടത്തിന് ഉറച്ചുകൊണ്ടുള്ള പുറപ്പാട് അവരിൽ നിന്ന് മദീനത്തുണ്ടായിട്ടില്ല. ആ നിലക്ക് പോരുമ്പോ അവർ വഴിയിൽ വെച്ച് ഗഫ്രാൻ താഴ്വരയിൽ വെച്ചാണ് രണ്ടു സംഘങ്ങൾ മുന്നിൽ വെക്കുന്നത്. അള്ളാഹു ആകട്ടെ ഇത് കാലേക്കൂട്ടി ആസൂത്രണം ചെയ്തതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇത് യഅദുകുമുല്ലാഹു ഇഹ്ദത്താഇഫതൈനി അന്നഹാ ലകും. രണ്ടു സംഘങ്ങളിൽ ഒന്നെന്നാണ് അല്ലാഹു തആല നിങ്ങളോട് പറഞ്ഞത്. ഒന്നുകിൽ വാണിജ്യ സംഘം, അല്ലെങ്കിൽ വാണിജ്യ സംഘത്തെ രക്ഷപ്പെടുത്താൻ മക്കയിൽ നിന്ന് വരുന്ന യുദ്ധസംഘം. യുദ്ധസംഘമോ വാണിജ്യ സംഘമോ രണ്ടാലൊരു സംഘവുമായി നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതിൽ ഒരു സംഘത്തിന്റെ സമ്പത്തും ആ സംഘവുമായിട്ടുള്ള എല്ലാവിധ സുഖങ്ങളും നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹു പറഞ്ഞു.
വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലക്കും. സ്വാഭാവികമായി യുദ്ധസംഘമല്ലാത്ത, കഴിവ് കുറഞ്ഞ, പ്രയാസം കുറഞ്ഞ, അയത്തിന് ലളിതമായി പിടിക്കാവുന്ന സംഘത്തെയാണ് നിങ്ങൾ കൊതിച്ചത്, നിങ്ങൾ ആഗ്രഹിച്ചത്. വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അവിശ്വാസികളുടെ പിന്നൊടിക്കാൻ, അവരുടെ പിൻതലമുറയെ മുറിച്ചു കളയാൻ, സത്യത്തെ ഉയർത്താനും വെളിപ്പെടുത്താനുമാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നടപ്പാക്കാൻ അള്ളാഹു വഴിയൊരുക്കി. വാണിജ്യ സംഘത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു. അവർ രക്ഷപ്പെട്ടു. പോരാട്ട സംഘവുമായി ഏറ്റുമുട്ടാനുള്ള വഴികൾ നിങ്ങൾക്കും നിങ്ങളറിയാതെ ഒരുക്കി തന്നു. ആ സംഘത്തെ മുഖാമുഖം കാണുന്നതിന് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ നിർത്തി ഗഫ്രാൻ താഴ്വരയിൽ വെച്ച് ചോദിച്ചു, എന്തു വേണം? 2 സംഘമാണ്. ഇതുവരെ ഒരു സംഘമായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ മക്കയിൽ നിന്ന് വലിയൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അബൂജഹലിന്റെ നേതൃത്വത്തിലാണ് സംഘം. ആ സംഘം നിങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു. എന്തു വേണം? നാം വാണിജ്യ സംഘത്തെ തന്നെ പിടിക്കാൻ പോകണമെങ്കിൽ വഴിതിരിഞ്ഞു പോകണം. നേരിടാൻ പോരുന്ന സൈന്യത്തെയാണെങ്കിലോ വഴിതിരിഞ്ഞു പോകേണ്ട. അവരേതാണ്ട് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. നബിക്കതറിയാം. നബിക്ക് നല്ലപോലെ വഹിയിറങ്ങിയിട്ട് നബിക്ക് വിവരങ്ങളൊക്കെ അറിയാം. അന്വേഷിച്ചിട്ട് നബിക്ക് വിവരങ്ങൾ അറിയാം. പക്ഷെ സ്വഹാബത്ത് ഇത് നടാടറിയാണ്. ആ നടാടറിയുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ആ ഭാഷയിൽ തന്നെ സംസാരിച്ചു. 2 സംഘങ്ങളാണ് മുന്നിൽ. ഇവരുടെ മനോനില തിരിയാൻ, വീര്യം തിരിയാൻ. ഈ 2 സംഘങ്ങളിൽ ഒന്ന് നമ്മൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ലക്ഷ്യമാക്കിയ വാണിജ്യ സംഘം, മറ്റൊന്നിതാ അവരെ രക്ഷപ്പെടുത്താൻ മക്കയിൽ നിന്ന് പുറപ്പെട്ട പോരാട്ട സംഘം. പോരാട്ട സംഘം വേണോ, വാണിജ്യ സംഘം വേണോ? ബഹുഭൂരിപക്ഷം ഒറ്റയടിക്ക് പറഞ്ഞു, നമുക്ക് കച്ചവട സംഘം മതി. എന്തിനാ വെറുതെ പോരാടുന്നത്? വാളില്ലല്ലോ, ആയുധമില്ലല്ലോ, ആളില്ലല്ലോ, ഒരുങ്ങി പുറപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് മതി. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കേട്ടപ്പോ നബി തങ്ങളുടെ മുഖത്ത് വർണ്ണമാറ്റം, നബി തങ്ങൾക്ക് പ്രയാസം. ഇതാണ് എന്റെ കൂടെ പോകുന്നവരുടെ ഭൂരിപക്ഷ നിലയെങ്കിൽ ഇനി എന്തു ചെയ്യും? അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നാൽ അവരെ മാറ്റിയെടുക്കാം, സ്വഹാബികളാണ്, ശരിയാണ്. പക്ഷെ നിർദ്ദേശമായി കൊടുക്കാതെ അള്ളാഹുവിന്റെ റസൂൽ ഈ വിവരം മുന്നിൽ വെച്ചപ്പോൾ ഭൂരിപക്ഷത്തിന്റെ പ്രതികരണം പറഞ്ഞപ്പോൾ നബിയുടെ പ്രതികരണം പ്രയാസമായിരുന്നു നബിയുടെ മുഖത്ത്. ഇത് കണ്ടറിഞ്ഞപ്പോൾ തൊട്ടടുത്ത സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് എന്നവർ എഴുന്നേറ്റ് നിന്നിട്ട് പോരാട്ട സംഘമാണെങ്കിൽ ആ പോരാട്ട സംഘത്തെ നമുക്ക് നേരിടാൻ നബി എന്ന ഭാഷയിൽ മഹാനായ സിദ്ദീഖ് എന്നവർ സംസാരിച്ചു. തൊട്ടടുത്തതാ ഉമർ എന്നവർ സംസാരിച്ചു. നബി വിഷമിക്കുന്ന അവർ കണ്ടുകൂടാ. നബിയുടെ മുഖത്തെ ഭാവമാറ്റം എല്ലാവരെക്കാൾ കൂടുതൽ അറിയുന്നവർ ഈ സന്തത സഹചാരികളാണുതാനും. അതുകൊണ്ട് നബിയുടെ നീരസം മനസ്സിലാക്കിയപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ പോരാട്ടത്തിന് വേണ്ടി പച്ചക്കൊടി കാട്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രസംഗിച്ചു. പക്ഷേ നബിയുടെ മുഖം തെളിഞ്ഞില്ല. നബിക്കറിയാം അബൂബക്കർ ഉമർ തുടങ്ങിയവർ മുഹാജിറുകളായ സഹാബികളിൽ പ്രധാനികൾ 10-13 കൊല്ലം തന്റെ കൂടെ മക്കയിൽ വെച്ച് ജീവിച്ചവരാണ്. ഈ 10 കൊല്ലത്തെ മക്ക ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളും, എല്ലാ പീഡനങ്ങളും, എല്ലാ ചൂടും, എല്ലാ തണുപ്പും അറിയുന്ന ഇവർ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഒരിക്കലും തന്റെ കൂടെ ഇതുപോലൊരു പോരാട്ടത്തിനോ പീഡനത്തിനോ ഒരിക്കലും എന്റെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടില്ലാത്ത, അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത അൻസാരികൾ, കഴിഞ്ഞ 6 സൈനിക നീക്കങ്ങളിലും തന്റെ കൂടെയില്ലാത്ത, ഒരാൾ പോലും ഇല്ലാത്ത അൻസാർ 240 പരം ഇപ്പോൾ ഇതാ തന്റെ കൂടെയുണ്ട്. അവരുടെ പ്രതികരണമാണ് അറിയേണ്ടത്. അതുകൊണ്ട് നബിതങ്ങൾ അൻസാറുകളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ചോദ്യത്തിന്റെ മറുപടിക്കായി കാത്തുനിന്നപ്പോ അതാ അവരിലെ നല്ല പ്രസംഗകനായി അറിയപ്പെടുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വരകൾ മഹാനവറുകൾ പറഞ്ഞു, നബിയേ ഇർഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ എന്ന മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ആ പ്രസംഗത്തിന്റെ ഭാഗം അദ്ദേഹം തുടങ്ങി. മൂസാ നബിയുടെ ജനത സന്ദിഗ്ധ വേളയിൽ മൂസാ നബിയോട് പറഞ്ഞത്, നീയും നിന്റെ റബ്ബും പോയി പൊരുതിക്കോ, ഞങ്ങൾക്ക് പൊരുതാനൊന്നും ആവില്ല, ഞങ്ങൾ ഇവിടെ കുത്തിരിക്കാം, നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വരിക. അതുപോലെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ സന്ദിഗ്ധ വേളയിൽ അങ്ങോട്ടുകൂടെ നിൽക്കും. ഞങ്ങളിൽ കാഴ്ചയുള്ള, കണ്ണുമിഴിക്കാൻ കഴിയുന്ന ഒരു കണ്ണ്, ഒറ്റക്കണ്ണ് ഞങ്ങളുടെ കൂടെയുണ്ടോ? അതായത് ഒരു ഫർദ് ഞങ്ങളുടെ കൂടെയുണ്ടോ? നുഖാത്തിൽ അൻയമീനി വഅൻ യസാരി വമിൻ ബൈനി യദൈ വമിൻ ഖൽഫി ഫവല്ലദീ ബഅസക ബിൽഹഖ് ലൗ സിർത ബിനാ ഇലാ ബർക്കിൽ ഗമാം ലജാദൽനാ മഅക മിൻ ദൂനിഹി ഹത്താ തബ്ലുഗഹു എന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എപ്പോഴും ഞങ്ങൾ പൊരുതും, അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിന്ന് ഞങ്ങൾ പൊരുതും.
അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ദുന്യാവിൽ ഒരു മനുഷ്യൻ അണ്ടാതിച്ച് പാർക്കുന്ന പ്രദേശത്തിൽ അന്ന് അറ്റത്തെത്തിയ നാട്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തും പലതും പറയും. എന്റെ കുട്ടിക്കാലത്ത് പറയല് പുലാങ്ക് തുക എന്ന് പറയില്ല എന്ന മാതിരി ഒരു പറച്ചിലുണ്ട്. അതിൽപ്പെട്ട സ്ഥലമാണ് ബർക്കുൽ വബാൽ. മനുഷ്യവാസത്തിന്റെ അങ്ങേയറ്റത്തെ സ്ഥലമായി അന്നത്തെ അറബുകളിൽ പ്രചാരപ്പെട്ട രാജ്യം. ആ ബർക്കുൽ വമാദിലേക്കാണ് ഞങ്ങളെ തങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ധൈര്യസമേതം ഓടി ചുണയോടുകൂടെ അങ്ങയോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ പ്രയാസവും നീരസവും നീങ്ങുന്നു. തൊട്ടടുത്തതാ അൻസാറിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നബി തങ്ങൾ നോക്കിയപ്പോൾ നബിയെ എന്ന് പറഞ്ഞ് ആവേശപൂർവ്വം അദ്ദേഹവും സംസാരം തുടങ്ങി. ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, തൊട്ട് മുമ്പിൽ കുറച്ചപ്പുറത്ത് കാണുന്നത് ചെങ്കടലാണ്. ആ ചെങ്കടലിലേക്കാണ് തങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, എന്നിട്ട് തങ്ങൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ ഞങ്ങളും കൂടെ പ്രവേശിക്കും. ഞങ്ങളെ സംശയിക്കേണ്ട. ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചവരല്ലേ, അങ്ങയെ അംഗീകരിച്ചവരല്ലേ, അങ്ങയെ രക്ഷിക്കാമെന്ന് വാക്ക് തന്നവരെ, അഹബായിൽ വെച്ച് ഉടമ്പടി ചെയ്തവരല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ നോക്കുന്നത് പോലെ, പിതാക്കളെ നോക്കുന്നത് പോലെ, കുടുംബത്തെ നോക്കുന്നത് പോലെ, അതിനേക്കാൾ ഉപരി ഞങ്ങൾ സ്വന്തം ശരീരത്തെ നോക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ടുകൊണ്ട് അങ്ങയെ നോക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ 14 രാവിലെ പൗർണമി പോലെ തങ്ങളുടെ മുഖം കത്തിലെങ്കിയെന്ന് ബുഖാരിയിലെ ഹദീസിൽ കാണാം. വളരെ സുന്ദരമായ മുഖം, പൗർണമി പോലെ ലംഘിപ്പോയി നബിയുടെ മുഖം. തന്റെ കൂടെയുള്ള ധീര യോദ്ധാക്കൾ തന്റെ കൂടെയുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലാഹു തആലാന്റെ റസൂലിനോട് വാക്ക് നൽകിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. ആ ഗഫ്റാനിലെ താഴ്വരയിൽ വെച്ചാണ് ഏറ്റുമുട്ടാനുള്ള മനോധൈര്യവുമായി, ഏറ്റുമുട്ടലിന്റെ വിവരവുമായി സ്വഹാബത്ത് നബിയോടുകൂടെ പിന്നെ യാത്ര തുടരുന്നത്. അതിനു മുൻപ് വരെ ഒരു ചിന്തയുമില്ല. വാണിജ്യ സംഘത്തെ കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന പോക്ക്. പ്രയാസപ്പെട്ടതിന് അള്ളാഹു കൂലിയും നൽകും. ഗഫ്റാൻ താഴ്വരയിൽ വെച്ച് പിന്നീടുള്ള ഓരോ ചുവടുവെപ്പും തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട നഫീർ പോരാട്ട സംഘവുമായാണെന്ന ആ ബോധത്തോടുകൂടെയാണ് പിന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീങ്ങുന്നത്. ഓരോ ചുവടുവെപ്പിലെയും പലവിധ പാഠങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തതുണ്ട്. പക്ഷെ ആ നോട്ട് ചെയ്ത എല്ലാം കൂടി സംസാരിക്കാൻ വേറെ സമയം തോന്നും. അവിടെ ഞാൻ കൂരാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ സംഘത്തെ നിർബന്ധമായും അള്ളാഹു തആല ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കുന്നിടത്ത് എത്തിച്ചു. പോരാട്ടം തന്നെയാണ് അള്ളാഹു തആല നിശ്ചയിച്ചത്. ഇത് നിരവധി ആയത്തുകളിൽ പിന്നീട് അള്ളാഹു തആല ഉണർത്തിയിട്ടുണ്ട്. ആ പോരാട്ടത്തിലെത്തി. ഗഫ്റാനിന്റെ താഴ്വരയിൽ വെച്ച് റസൂലിന്റെ സ്വഹാബാക്കൾ പോരാടാൻ തയ്യാറാകുമ്പോൾ നബിതങ്ങളുടെ മുൻപിൽ അള്ളാഹു തആലാന്റെ സഹായം കിട്ടുന്ന മുമ്പൊരു യുദ്ധം പരിചയം അവർക്കില്ല. അള്ളാഹുവിന്റെ സഹായം ഇത്തരം യുദ്ധങ്ങളിൽ ഇറങ്ങുന്നത് കേട്ടുപരിചയവും അവർക്കില്ല. വേദങ്ങളിൽ വെച്ച് കിട്ടിയ പരിചയം ജൂതന്മാർക്കേ ഉള്ളൂ. നബിതങ്ങളിൽ നിന്ന് കൂടെ മദീനയിൽ നിന്ന് പോയ അൻസാറുകളായ സ്വഹാബത്തിന് വേദപരിചയവുമില്ല, പഴയ വേദത്തിൽ നിന്ന് കേട്ട പരിചയവുമില്ല. കേവലം 313 ആളുകൾ 1000 പേർ വരുന്ന ആ സംഘവുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്ന ആ ധാരണയിലും ആ വിശ്വാസത്തിലും അള്ളാഹുവിന് വേണ്ടി പൊരുതി മരിക്കാനുള്ള ധാരണയിലും തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകുന്നവർ. ഓരോരുത്തർക്കുമുള്ള ഉത്കടമായ അഭിലാഷം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ തൗഹീദിനു വേണ്ടി, അള്ളാഹു തആലാന്റെ ദീനിന്റെ വളർച്ചയ്ക്കു വേണ്ടി താൻ ബലിയാക്കപ്പെടണം, താൻ രക്തസാക്ഷിയാവണം, താൻ ശഹീദാകണമെന്ന മോഹം തന്നെ. അതിന്റേതായ അനേകം സംഭവങ്ങൾ ആ കൂട്ടത്തിൽ കാണാം. ഇതേ മനോഗതിയോടുകൂടെ പോയ ആളുകളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. നബിയെയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടുത്തണം. നബിയെ രക്ഷപ്പെടുത്താതെ ഒരു വഴിയുമില്ല. നമ്മളെല്ലാവരും ആകെ വച്ചരസാവും, അള്ളാന്റെ റസൂല് മാത്രം അവശേഷിക്കും എന്ന കണക്കുകൂട്ടലാണ് അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രധാനികൾക്ക് വാസ്തവത്തിൽ ആ സന്ദർഭത്തിലുള്ളത്. കാരണം ഇതിനു മുൻപ് ഒരു യുദ്ധത്തിൽ ഇതുപോലൊരു സഹായം കിട്ടിയ മാതൃകയോ ചരിത്രമോ അവരുടെ മുൻപിലില്ല. ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നേയുള്ളൂ. ഇന്ന് നമുക്ക് ചരിത്രങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് ഈ അൻസാറിന്റെ മുമ്പിൽ ഒരു പാഠവുമില്ല. ഈ പാഠമില്ലാത്ത കൂട്ടർ ഗഫ്റാനിൽ നിന്ന് കേട്ട ഈ വിവരവുമായിട്ടാ പോക്ക്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടിന്റെ ഓരോ ചുവടുവെപ്പിലും അവരുടെ ഈടുറ്റ ശ്രദ്ധയും മരിക്കാനുള്ള തയ്യാറെടുപ്പും
അള്ളാഹുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനുള്ള ഒരുക്കവും ത്യാഗത്തിന്റെ സന്നദ്ധതയും എവിടെയും പ്രകടമായിരുന്നു. ആ രീതിയിലാണ് അവർ പെരുമാറിയത്. സ്വത്ത് നിൽക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലത ഒരു സഹാബി സവാദ് ബിൻ റളിയല്ലാഹു അൻഹുവിനെ അണിയിൽ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങിയപ്പോ തന്റെ കയ്യിലുള്ള അമ്പെടുത്തിട്ട് നഗ്നമായ സവാദിന്റെ പള്ള, വസ്ത്രമില്ലാത്തവരാണ് കൂടുതലെന്ന് പറഞ്ഞല്ലോ, ആ നഗ്നമായ സവാദിന്റെ ഉദരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കുത്തിയിട്ട് ഒന്ന് പുറകോട്ട് നിൽക്കൂ, സ്വത്തിൽ ശരിയായി നിൽക്കൂ, ഇസ്തവിൻ യാ സവാദ്, സവാദ് ഒന്ന് സമമായി നിൽക്കൂ, മൊത്തം ഒപ്പിച്ച് നിൽക്കൂ എന്ന് പറഞ്ഞ് നബി കുത്തിയത്. ആ സമയത്ത് സവാദ് എന്നവർ ഇറങ്ങി പറഞ്ഞത്, നബി എന്നെ വേദനിപ്പിച്ചു, എന്റെ നെഞ്ചിൽ എന്റെ ഉദരത്തിൽ കുത്തിയത് വേദനയായി, അതുകൊണ്ട് തിരിച്ചു കുത്തണം, എനിക്ക് അവിടുത്തെ ശരീരത്തിൽ തന്നെ കുത്തണം, എന്റെ ഈ മേനിയിൽ, നഗ്നമായ മേനിയിൽ ഉദരത്തിൽ കുത്തിയതുപോലെ അവിടുത്തെ ആ മേനിയിൽ അവിടുന്ന് കുത്തിയ ആ കുന്തം, ആ ചെറിയ അമ്പ് കൊണ്ട് തന്നെ കുത്തണം. നബി അമ്പു നൽകി, നബിയുടെ കുപ്പായം കയറ്റി, നബി തങ്ങളുടെ വയറ് കാണിച്ചു കൊടുത്തു, കുത്താൻ വേണ്ടിയിട്ട്, ആ പ്രതിക്രിയ എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ആ സ്വഹാബി വര്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പൂമേനിയിൽ, നഗ്നമായ മേനിയിൽ കൊത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് തുരുതരാ ചുംബിക്കുകയായിരുന്നു. ആ ചുംബനത്തിന്റെ കഥ ബദർ പടപ്പാട്ടിൽ ഹൃദയ പ്രക്കായി അത് സ്മരിക്കുന്നുണ്ട്. ആ ചുംബനം സവാദ് എന്നവർ നടത്തിയത് എന്തുകൊണ്ട്, ഈ വേല എന്തുകൊണ്ട് എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ കണ്ടൂടെ, കാണുന്നത് എന്താണ്, നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരാരാണ്, നമ്മൾ എവിടെയാണ്, നമ്മളും അവരും തമ്മിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഇത് അവസാനത്തെ സെക്കൻഡാണ്, അങ്ങയോടൊത്ത് കിട്ടുന്ന അവസാനത്തെ സെക്കൻഡ്. ആ സെക്കൻഡിൽ അവിടത്തെ പൂമേനയിൽ മുത്തിമണത്ത് അവിടത്തെ പൂമേനയിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള വാസനയുമായി തന്നെ ഞാൻ പോകണമെന്ന് എനിക്ക് മോഹം, എനിക്കാഗ്രഹം. ഇനി തിരിച്ചു വരാൻ വന്നതല്ല, അവിടത്തെ മുത്തിമണത്തിട്ടുള്ളത് എന്റെ അവസാനത്തെ സെക്കൻഡ് തീർക്കേണ്ടതെന്നും പറഞ്ഞു പോയ മഹാനായ സവാദ് ഇബ്നു റളിയല്ലാഹു അൻഹു അവസരമൊത്തത് അദ്ദേഹത്തിനാണെന്നേയുള്ളൂ. മറ്റു സ്വഹാബികളൊക്കെ ഇതാണ് അപ്പോഴത്തെ അവസരം. നബിതങ്ങൾ പറഞ്ഞാൽ നബിതങ്ങൾക്ക് വേണ്ടി സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു, നബി അങ്ങേക്ക് വേണ്ടി ഞങ്ങളൊരു പന്തലൊരുക്കാം, അങ്ങ് യുദ്ധക്കളത്തിലേക്ക് വരരുത്, പോരാട്ട സ്ഥലത്തിലേക്ക് വരരുത്. ഇന്ന് ബദറിൽ പോകുന്നവർക്കറിയാം, പോരാട്ടം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് മീറ്ററുകൾ അകലെയാണ് മസ്ജിദുൽ അരീഷ് എന്ന പേരിലുള്ള ആ പള്ളി. മസ്ജിദുൽ അരീഷ് എന്നത് നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട പന്തൽ നിന്നിരുന്ന സ്ഥാനമാണ്. സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പന്തലൊരുക്കാം, അങ്ങ് അവിടെ നിൽക്കണം, അങ്ങ് പോരാട്ടത്തിന്റെ ഭൂമിയിൽ വരരുത്. എന്തിനെ? അങ്ങേ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മൾ മദീനയിൽ നിന്ന് പോരുമ്പോൾ യുദ്ധത്തിന് പോകുന്നതല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു ചെന്നില്ലെങ്കിലും അങ്ങ് തിരിച്ചു ചെല്ലണം. ഞങ്ങളെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ജനതതി അവിടെയുണ്ട്, ആണും പെണ്ണും. ഞങ്ങളെല്ലാവരും ഒന്നൊറ്റൊന്ന് ബാക്കിയില്ലാതെ പോയാൽ ഞങ്ങൾ ഏറ്റവും മുന്തിയ ഒരു വാഹനത്തെ ആ പന്തലിന്റെ അരികിൽ കെട്ടിയിട്ടേക്കാം. അതിൽ തങ്ങൾ ഒറ്റക്കാണെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് കയറിയിട്ട് മദീനത്തേക്ക് ചെല്ലണം. നിങ്ങൾ ചെന്നാൽ മദീനത്ത് അവശേഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടക്കാരും സുഖക്കാരും ഞങ്ങളോടൊപ്പമുള്ള സഹോദരന്മാരുമായിട്ട് നിങ്ങൾക്ക് കഴിയാം. നിങ്ങളെ തിരിച്ചു നിൽക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ അവശേഷിക്കേണ്ട ബാധ്യത ലോകത്തിനുണ്ട്. അങ്ങയെക്കൊണ്ട് ഇസ്ലാം നിൽക്കണം, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങയുടെ ശരീരം കിട്ടണം. ഞങ്ങളെക്കാൾ ഒട്ടും സ്നേഹത്തിൽ അവർ കുറവല്ല എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ആ സമയത്ത് മനോദർപ്പണത്തിൽ എന്താണ് പോരാട്ടത്തിന്റെ നില എന്ന് നമുക്ക് വായിക്കാം. സഅദ് ഇബ്നു മുആദ് അൻസാറിന്റെ നേതാവാണ്. അൻസാറിന്റെ നേതാവ് കാണുന്നത് ഇനി തിരിച്ചു വരവില്ല, ഒരാളില്ലാതെ 313 പേരും ഈ 1000 ആയുധങ്ങൾക്ക് മുൻപിൽ മുഷ്ടിയിൽ അവരുമെന്നാണ്. ഇത് ധരിച്ചുകൊണ്ട് ആ സഅദ് ഇബ്നു മുആദിന്റെ പണി നബിതങ്ങളും ശരിവെച്ചു. ശരിയാണ്, അരീഷ് ഒരുക്കുന്നത് നല്ല അഭിപ്രായമാണ്. ആ അഭിപ്രായം ശരിവെച്ചിട്ട് അരീഷ് നബിതങ്ങൾ നിന്നു. ഒരാൾ നബിയെ കാക്കാൻ വേണം. ആരാ കാക്കാൻ? സ്വഹാബികളിൽ ആരും മിണ്ടുന്നില്ല, എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആള് വേണ്ടേ? നബിയെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തം. ഒറ്റയാളില്ലാതെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടുമെന്നാണ് എല്ലാവരുടെയും മനോദർപ്പണം. അതാ മിണ്ടാത്തത്, അല്ലെങ്കിൽ എല്ലാവരും മിണ്ടും. പക്ഷേ അതാ നബിയുടെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല ഞാൻ നിൽക്കാം, നബിയെ നോക്കി ഞാൻ നിൽക്കാം. നബിയെ നോക്കി അദ്ദേഹം വാളൂരി പിടിച്ചു നിൽക്കുന്ന ആ നിൽപ്പും, നബിയുടെ സ്വഹാബത്തിൽ നിന്ന് തന്നെ നബിയെ കാണാൻ വേണ്ടി എത്തുന്നവർ ഈ പന്തലിലേക്ക് വന്ന് നബിയോട് സമീപിക്കുമ്പോൾ വാളൂരി പിടിച്ചുകൊണ്ട് വെക്കാൻ പാകത്തിൽ അബൂബക്കർ എന്ന് നിൽക്കുന്ന ആ ജാഗ്രതയും കാണിച്ചിട്ട് മഹാനായ അലിയാർ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരൻ, ഏറ്റവും ധീരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകുന്നു എന്ന് മഹാനായ അലിയാർ എന്ന
ആ വീരപുലി പ്രഖ്യാപിച്ചത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിയും മാത്രം പന്തലിൽ. ഇടയ്ക്കിടെ സഅദ് ഇബ്നു മുആദ് വാതിൽക്കൽ കാവൽ നിൽക്കും. യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വരും നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ സഖാവും സഹോദരപുത്രനും നബിയുടെ വളർത്തുപുത്രനുമായ അലി റളിയല്ലാഹു അൻഹു. ആ ഒന്ന് നോക്കുമ്പോഴൊക്കെ നബി പ്രാർത്ഥനയിലാണ്, നബി സുജൂദിലാണ്, നബി പ്രാർത്ഥനയിലാണ്, നബി സുജൂദിലാണ്. ബദറിന്റെ താഴ്വരയിൽ താമസിക്കുന്നിടത്ത് വെച്ച് അന്നത്തെ രാത്രിയിൽ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ നേരം പുലരുന്നത് വരെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടു എന്ന് എല്ലാ സ്വഹാബിമാരും ഉദ്ധരിക്കുന്നു. പ്രാർത്ഥനാനിരതനായ നബിതങ്ങൾ ഇത്തരം യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലല്ലേ, അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തതല്ലേ, അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായമാണ് നബി ഈ പന്തലിൽ നിന്നിട്ടും ചോദിക്കുന്നത്. പടച്ചവനെ, നീ വാഗ്ദാനം ചെയ്ത സഹായം, നീ വാഗ്ദാനം ചെയ്ത സഹായം, നീ വാഗ്ദാനം ചെയ്ത ആ സഹായം തരണം 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 എന്ന് അള്ളാഹുവിന്റെ റസൂല് പിടിച്ചിട്ട് അവിടത്തെ കൈ ഒന്തിയിട്ട് അവിടത്തെ കക്ഷങ്ങൾ വെളിപ്പെടുമാർ അവിടത്തെ കയ്യുയർത്തിയപ്പോ സഹികത്ത് പൊറുതിമുട്ടി പ്രയാസം തോന്നി, സഹതാപം തോന്നി, കനിവ് തോന്നിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാമ്പുറത്തൂടെ ചെന്നിട്ട് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഹസ്ബുക് യാ റസൂലല്ലാഹ്, മതി, ഇനി അങ്ങ് ദുആ മതി, അള്ളാഹു സഹായിക്കാതിരിക്കില്ല, മതി അങ്ങയുടെ ദുആ, അങ്ങനെ വിഷമിക്കരുത് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതരായ നബിക്ക് ഏറ്റവും ഇസ്ലാമിന് ശറഫാക്കപ്പെട്ട ഒരു കർമ്മമായ യുദ്ധത്തിന്റെ വേളയിൽ അതിന് നേതൃത്വം നൽകുന്ന ആ ധീരയോദ്ധാവിന്റെ ധീരനായകന്, ധീരയോദ്ധാക്കളുടെ നായകൻ, ആ നായകന്റെ മനസ്സിലെ പ്രാർത്ഥന എത്രയാണ്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ റസൂൽ സിദ്ദീഖിനവരെ കെട്ടിപ്പിടിക്കലും നിർത്താൻ പറയലും ഏറും മൂറും ഒത്തുണരല്ലേ. ആ നിലയിൽ തന്നെ അതാ വഹിയിറങ്ങിയ ഭാവത്തിലുള്ള റസൂലുള്ള മാറിയിട്ട് പന്തലിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരുന്നു. സയുഹ്ദമുൽ ജംഅ വയുവല്ലൂന ദുബർ, സയുഹ്ദമുൽ ജംഅ വയുവല്ലൂന ദുബർ എന്ന ആയത്ത് മക്കയിൽ വെച്ചിറങ്ങിയതാണ്. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ പന്തലിൽ സുജൂദിൽ നിന്ന് പുറത്തു വന്നു വരുമ്പോൾ ഓതുന്നു. ഈ സംഘത്തെ പരാജയപ്പെടുത്തപ്പെടും, അവർ ഓടും. പിന്തിരിഞ്ഞോടുന്ന ഈ ശത്രുക്കൾ ഷൈബത്ത്, ഉത്ബത്ത്, അബൂജഹൽ, അബുൽ ബുഖ്തരി എല്ലാവരും കൊല്ലപ്പെട്ടോന്ന് മക്കത്ത് ചെന്നിട്ട് ഒരാൾ യുദ്ധത്തിന്റെ വിവരം പറഞ്ഞപ്പോഴാ ഓടി രക്ഷപ്പെട്ട് വന്ന് ഹിജ്ർ ഇസ്മായിലിൽ വിലപിച്ച് വിലാപം കൊണ്ട് വ്യസനിച്ചിരിക്കുന്ന സഫ്വാൻ ഇബ്നു പറഞ്ഞത് അവൻ അന്തല്ല, ഭ്രാന്ത് പറയാണ്, വട്ടി. അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇതാരാണെന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കി, അവനൊന്ന് പറയട്ടെ, അവൻ അന്തണ്ടോ അല്ലേ എന്നപ്പം തിരിയും. കണ്ണാകെ മഞ്ഞളിച്ച് ഈ ആൾക്ക് ആളെ തിരിയൂലാണ് അയാൾ വിചാരിച്ചത്. ഇദ്ദേഹത്തോടത് പറഞ്ഞപ്പോൾ അദ്ദേഹം, നീ സഫ്വാൻ ഇബ്നു മുഅഫ്ഫൽ, എനിക്കറിയാം നിന്നെ, നീ രക്ഷപ്പെട്ടു ശരി, പക്ഷെ നിന്റെ ബാപ്പയും നിന്റെ സഹോദരനും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്. അങ്ങനെ മുഴുവൻ ആളുകൾ ഹാദിഹി മക്ക അൽഖതിയിലേക്കും അഫ്ലാദ കബിദിഹ, ഇതാ മക്ക, മക്കയുടെ കരളിന്റെ കഷ്ണങ്ങൾ ഒന്നിച്ച് മക്ക ഇതാ നിങ്ങൾക്ക് നേരെ ഇച്ചു തന്നിരിക്കുന്നു എന്ന് ബദറിൽ തമ്പടിച്ച ഖുറൈശി സേനയെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിരുന്ന ആ കരളിന്റെ കഷ്ണമായ മക്ക മുഴുക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ വീര്യത്തിന് മുൻപിൽ പിന്തിരിഞ്ഞോടുകയും കശാപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. ശവം മറക്കാൻ കഴിയാതെ 24 ശവങ്ങൾ ഒന്നിച്ച് ഒരു പൊട്ടക്കിണറിൽ ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവരോട് സംസാരിച്ച് 3 ദിവസം താമസിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ മതിയായില്ലേ, നിങ്ങൾക്കിപ്പോൾ തിരിഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കഥ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ചരിത്രകാരന്മാരും ഉദ്ധരിക്കുന്നതുമാണ്. ആ വിധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേന മുന്നേറി ജയിച്ച് ജയഭീരി മുഴക്കി മദീനത്ത് വന്നു. ഇസ്ലാം ഈ ഒരു യുദ്ധത്തിലെ വിജയത്തിന്മേലാണ് ഈ ലോകത്ത് നിലനിന്നത്. ഇതുകൊണ്ടാണ് യൗമുൽ ഫുർഖാൻ എന്ന് ഇതിന് പേര് വെക്കപ്പെട്ടതും. ഇവരെങ്ങാനും നശിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് ഈ ഭൂമിയിൽ നടമാടുമായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വാചകം എല്ലാവർക്കും അറിയാം. പ്രാർത്ഥനകളുടെ ഇടയിൽ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, ഈ സംഘത്തെ നീ നശിപ്പിച്ചാൽ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ, ഫലാ തുഅ്ബദു ഫിൽ അർദ്, ഭൂമിയിൽ പിന്നെ നിനക്ക് ഇബാദത്ത് നടക്കൂല, ഇവരുണ്ടെങ്കിലേ ഇബാദത്ത് നടക്കൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ ഈ സംഘത്തിന്റെ ജയമാണ്, ഈ സംഘത്തിന്റെ ശക്തിയാണ്, ഈ സംഘത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, ഈ സംഘത്തിന്റെ തിരിച്ചുവരവാണ് ഭൂമിയിലെ ഇബാദത്തിന്റെ നിദാനം എന്ന് മനസ്സിലാക്കാമല്ലോ.
അതുകൊണ്ട് തന്നെയാണ് ബദരീങ്ങൾക്ക് ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്ഥാനം. മലക്കുകൾ ഇറങ്ങുന്നെത്തി പോയോലല്ല അവര്. മലക്കുകളെ പോരാട്ടവും യുദ്ധത്തിലെ പോരാട്ടം എന്നൊരു വിഷയമല്ല. 1000 മലക്കുകൾ യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് 70 ആളല്ലേ മരിച്ചുള്ളൂ. 70 ആള്, 1000 ആള് യുദ്ധത്തിൽ ഇറങ്ങിയ മലക്കുകളാണ്. സഹായത്തിന് വന്ന മലക്കുകൾ വേറെ, പോരാട്ടത്തിൽ ഇറങ്ങിയ മലക്കുകൾ 1000 പേര്. ഫദരിബൂ ഫൗഖൽ അനാഖി വദരിബൂ മിൻഹും കുല്ല ബനാൻ, തലവെട്ടുക, കൈയിന്റെ വിരലുകൾ തന്നെ 10 തന്നെ മുറിക്കുക, വാള് പിടിക്കാൻ കൈയുണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഓർഡർ നൽകിയ മലക്കുകൾ 1000 ഇറങ്ങിയിട്ട് ഒപ്പം നിന്ന് സ്വഹാബികളോടൊപ്പം നിന്നിട്ട് അവിടെ കൊല്ലപ്പെട്ടത് 70 പേരേ ഉള്ളൂ. എന്തിനാണിത്? അപ്പൊ ആളെ കൊല്ലലല്ല ഇതിന്റെ ലക്ഷ്യം. ആളെങ്ങാനും മലക്കുകളിൽ വെച്ച് ഒരൊറ്റ മലക്ക് കൊള്ളയിട്ടാൽ അവിടുത്തെ 1000 ചത്തുതുങ്ങുമായിരുന്നു. എത്ര വലിയ നഗരങ്ങളും ആ നഗരങ്ങളിലെ ജീവികളും ആ നഗരങ്ങളിലെ മനുഷ്യരും ആ നഗരങ്ങളിലെ കെട്ടിടങ്ങളുമാണ് ജിബ്രീലിന്റെ ഒരു അട്ടഹാസത്തിൽ കീഴ്മേൽ മറിഞ്ഞതും തുന്നം പാറിയതും ചരിത്ര കഥാവശേഷമായതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. പക്ഷേ ബദറിൽ അതല്ല സംഭവം. ബദറിലെ പോരാട്ട വിജയം മനുഷ്യരും തമ്മിലുള്ള പോരാട്ടമായി തന്നെ ചിത്രീകരിക്കുന്നതോടൊപ്പം പോരാട്ടത്തിൽ ലക്ഷ്യമാക്കുന്നത് ശത്രുക്കളിൽ ഭീതി, ഖുറൈശികളിൽ ഭീതി, ഇനി നേരിട്ട് വരുന്ന യുദ്ധങ്ങൾക്കൊക്കെ അടിത്തറ, മുസ്ലിമീങ്ങൾക്ക് ധൈര്യം, നേരിൽ വരുന്ന പോരാട്ടങ്ങൾക്കെല്ലാം ഊർജം, ആർജവം, ഇതുണ്ടാക്കുകയാണ് ബദറിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിൽ തോറ്റ് തുന്നം പാറി നിലംപരിശായി ഒരു അഞ്ച് അവശേഷിക്കാതെ രക്തം ചിന്തേണ്ടി വരും എന്നോർത്തിട്ടും നബി തങ്ങളോടൊപ്പം നിന്ന് പൊരുതാൻ തയ്യാറായ ത്യാഗസന്നദ്ധത, മരിക്കാനുള്ള സന്നദ്ധത, രക്തസാക്ഷിത്വത്തിനുള്ള സന്നദ്ധത, ഈ സന്നദ്ധതയാണ് ബദരീങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഭാഗം. ആ ഭാഗമാണ് അവർക്ക് സ്ഥാനം നേടിക്കൊടുത്തത്. പിന്നെ അതേ സ്ഥാനം നൽകിയവരൊക്കെ വേറല്ലേ ഉണ്ട്. അതേപോലെ ജീവിക്കാനും മരിക്കാനും തയ്യാറായ പിന്നത്തെ യുദ്ധത്തിലൊക്കെ ശുഹദാക്കൾക്കൊക്കെ ആ പദവിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ വണ്ടൂരിൽ ശുഹദാക്കൾ മരിക്കുന്നില്ല എന്നാ വിഷയം. അത് ശുഹദാക്കളുമായി ബന്ധപ്പെട്ട് എല്ലാ ശുഹദാക്കളുടെയും നില അതാ. പക്ഷേ ബദറുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ സ്ഥാനം അതല്ല. അത് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ആ പദവി അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചവർക്ക് മാത്രം നൽകും. യോഗമുള്ളവർക്ക് മാത്രം കിട്ടും, ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കും, തൗഫീഖുള്ളവർക്ക് മാത്രം ലഭിച്ചു. അങ്ങനെയുള്ളവർക്ക് മാത്രം ലഭിച്ച ആ സ്ഥാനം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഒരു സമൂഹം എന്ന പേരിൽ സ്വഹാബികളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നവർ ബദരീങ്ങളിൽപ്പെട്ടവർ. വ്യക്തികളെന്ന പേരിൽ മുന്തി നിൽക്കുന്നവരും ബദരീങ്ങളിൽപ്പെട്ടവർ തന്നെ. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. നബി അടക്കം ബദരിയല്ലേ, സിദ്ദീഖ് എന്നവരടക്കം ബദരിയല്ലേ, അശറത മുബശ്ശരീങ്ങൾ ബദരീങ്ങളല്ലേ, ഒക്കെ ബദരീങ്ങൾ, ഖുലഫാ റാഷിദ ബദരീങ്ങളല്ലേ, ഒക്കെ ബദരീങ്ങൾ. വ്യക്തികളായി സ്ഥാനത്തിൽ യഥാക്രമം എണ്ണപ്പെടുന്നവരൊക്കെ ബദരീങ്ങൾ, സമൂഹമായി എണ്ണപ്പെടുന്ന 313 പേരും ബദരീങ്ങൾ. ആ ബദരീങ്ങളിൽ 14 പേര് മാത്രമാണ് രക്തസാക്ഷികളായ ശുഹദാ. എങ്കിൽ പോലും ബദരീങ്ങൾ മുഴുക്കെ അല്ലാഹു തആലാന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ലോകത്തെ വിശ്വാസികളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നവർ. ബദറിൽപ്പെട്ട ഒരാളോ ആ ആളുടെ പൗത്രനോ ആ ആളുടെ പൗത്രന്റെ പൗത്രനോ ഏതെങ്കിലും സമൂഹത്തിലോ സ്വഹാബത്തിലോ താബീകളിലോ ഒരു കഥ പറഞ്ഞാൽ ആ കഥ വിവരിക്കുമ്പോൾ തന്നെ പറയും ഇത് ബദരീങ്ങളിൽപ്പെട്ട ഇന്ന സ്വഹാബിയുടെ പൗത്രനാണ്, അല്ലെങ്കിൽ ഇന്ന സ്വഹാബിയുടെ സഹോദരനാണ്, ഇദ്ദേഹത്തിന്റെ സഹോദരൻ ബദരിയാണ്, ഇദ്ദേഹത്തിന്റെ ബാപ്പ ബദരിയാണ്, ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ബദരിയാണ്. അതാ ബദരി. രാജ്യാന്തര കുറ്റമായി വരുന്ന രാഷ്ട്രത്തിന്റെ രഹസ്യം ചോർത്തുന്ന കുറ്റം വരെ ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയിൽ നിന്ന് അന്നത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മുഖേന ഉണ്ടായിപ്പോയി. ഖാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു നമ്മൾ യുദ്ധത്തിന്റെ സമ്പൂർണ്ണ നിയമവും പാസ്സായ മക്ക ഫത്ഹിന് വേണ്ടി പോകുന്ന സന്ദർഭം അല്ലാഹുവിനോട് വരെ നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചോനെ എല്ലാ ചാരന്മാരുടെ കണ്ണും ഞങ്ങളെ തൊട്ട് മുറിച്ച് ഞങ്ങളുടെ വിവരം മക്കയിലെത്തരുത്. ഇങ്ങനെ നബി അതിന്റെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടില്ല. നബി മറച്ചു വെക്കാറുണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ. ഇന്നവയ്ക്കാ പോകുന്നതെങ്കിൽ ഇനിയത്തെ യാത്ര ഇങ്ങോട്ടാണെന്ന് സൂചിപ്പിക്കാറുണ്ട്. അത് സ്വഹാബത്തിന്റെ രഹസ്യം പൊളിയാതിരിക്കാൻ, അങ്ങാടിപ്പാട്ടാകാതിരിക്കാൻ ആവശ്യമാണ്. പക്ഷെ ഈ യുദ്ധത്തിന് അത് മാത്രമല്ല. മക്ക ഫത്ഹിന് വേണ്ടി നബി തങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് സ്വഹാബാക്കളോട് ആരോടും ലക്ഷ്യം പറഞ്ഞില്ലെന്നു മാത്രമല്ല, പറഞ്ഞവരോട് രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും അതോടൊപ്പം അള്ളാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു, ചാരന്മാരുടെ കണ്ണുകളിൽ ഞങ്ങളുടെ സംഘം പെടരുതേ, ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ ഞങ്ങളുടെ ആഗമനത്തിന്റെ വിവരം അവിചാരിതമായല്ലാതെ അവർ അറിയരുതേ. ഇങ്ങനെ ആഗ്രഹിച്ചു പോയി നബി. അല്ലെങ്കിൽ 10,000 ആളങ്ങ് ചെന്നിട്ട് മക്കയിൽ കാട്ടിക്കൂട്ടുന്ന കോലം മാറുന്നായിരിക്കും ചരിത്രം.
അതാ മക്ക ഫത്ഹ് എന്നറിയുന്നത് പോരാട്ടമല്ല, അൻവത്തല്ല. മക്ക ഫത്ഹ് എന്നറിയുന്നത് ഉണ്ടായത് പോരാട്ടത്തിലല്ല, സമാധാനത്തിലാകുന്നു എന്ന് ശാഫിഈ മദ്ഹബിൽ നമ്മുടെ ഇമാമുകൾ സ്ഥിരീകരിക്കാൻ പല കാരണങ്ങളിൽ യഥാർത്ഥമായ കാരണത്തിന്റെ നില അതാ. ഒരു ചെറിയ ഭാഗത്തെ പോരാട്ടം നടന്നുള്ളൂ. അത് ചെറിയ സംഘവും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ കളി. യുദ്ധമില്ലാതെ സമാധാനപൂർവ്വം ആ നാട്ടിലെത്താൻ ഈ പുറപ്പാട് അറിയരുത്. ഇതറിയരുതേന്ന് നബി പ്രാർത്ഥിച്ച, അത്രയും പ്രാർത്ഥിച്ച രഹസ്യമാക്കി വെച്ച വിവരമാണ്. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം, ആരുമില്ലാത്ത, ഉച്ചവരില്ലാത്ത, ഉടയവരില്ലാത്ത, കുടുംബബന്ധമില്ലാത്ത, സഖ്യത്തിന്റെ ബലം മാത്രം ഖുറൈശികളുമായുള്ള ഹാത്തബ് ബിൻ അബീ ബൽതഅ അവരുടെ രഹസ്യ വിവരം എന്ന നിലയ്ക്ക് ഇതാ മുഹമ്മദ് നബിയും സംഘവും മക്കയിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം. ആ വിവരം നൽകിയ കത്ത് കൊണ്ടുപോയ പെണ്ണിന് സഹിതം, അവൾ സൂക്ഷിച്ചു വച്ച തോൽപാത്രത്തെ അടക്കം, അവളോടുകൂടെ തൊണ്ടി സഹിതം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വഹയറിയിച്ചതനുസരിച്ച് നബി പറഞ്ഞയച്ച അലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘം കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയിൽ കാണിച്ച് തെറ്റും കുറ്റവും ബോധ്യപ്പെട്ടു. അത് പ്രതി സമ്മതിക്കുകയും ചെയ്തു. വിശദീകരണം ചോദിച്ചു ഹാത്തബിനോട്. ഹാത്തബ് പറഞ്ഞു, നബിയെ ധൃതി കാണിക്കരുത്, എനിക്ക് വിശ്വാസമുണ്ട്, നിഫാഖില്ല, കാപട്യം ഒരിക്കലും വന്നിട്ടില്ല, ഞാൻ ചെയ്യാൻ നിർബന്ധിതനായതാണ്. അങ്ങയുടെ കൂടെയുള്ള മുഹാജിറുകൾക്കൊക്കെയും അവിടെ കുടുംബ ബന്ധമുണ്ട്, ബലമുണ്ട്. അവരുടെ കൂട്ടക്കാരും കുടുംബക്കാരും കുരുതിക്കൊടുക്കുന്നതിൽ നിന്നും അക്രമത്തിനിരയാകുന്നതിൽ നിന്നും കാക്കാനും വിവരം നൽകാനും അവർക്ക് കുടുംബ ബന്ധത്തിൽ ആളുണ്ട്. ഞാൻ ഒറ്റയാണ്, എനിക്കാരുമില്ല, എനിക്കൊരാളുമില്ലാതിരിക്കെ എന്റെ കുടുംബവും അവിടെയുണ്ട്. അവർ രക്ഷപ്പെടാൻ, അവർ കാത്തൊരുങ്ങാൻ, അവർ മുന്നൊരുക്കം നടത്താൻ, എന്റെ കുടുംബത്തെ കാക്കാൻ പറ്റുന്ന ഒരു സ്വാധീനം മക്കയിലെ നേതാക്കൾക്കിടയിൽ എനിക്കുണ്ടാകണമെന്ന് മാത്രം ഞാൻ ധരിച്ചു. ഇസ്ലാമിന്റെ വിവരമാവട്ടെ, അങ്ങയുടെ വിജയമാകട്ടെ, എന്റെ ഒരു കത്തുകൊണ്ട് മാത്രം പൊളിയില്ല. അങ്ങ് അള്ളാഹുവിന്റെ ദൂതനല്ലേ, അങ്ങേക്ക് അള്ളാഹു വഹിയിറക്കുമല്ലോ, അങ്ങയെ അള്ളാഹു രക്ഷിക്കുമല്ലോ. അപ്പൊ എന്റെ കത്ത് ഒരു ദോഷവും ഉപദ്രവവും സമൂഹത്തിനും ദീനിനും ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ വിവരം നബി അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ നിലക്ക് അറിയിക്കപ്പെടും. എനിക്കാണെങ്കിൽ ഈ കത്തയച്ച ആൾ എന്ന ഒരു ബലം ഖുറൈശികൾക്കിടയിൽ കിട്ടുകയും ചെയ്യും. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചു. ശരി, അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. പക്ഷെ ഉമർ എന്നവർ സഹിച്ചില്ല. ഉമർ എന്നവർക്ക് പൊറുതിയില്ല. ഉമർ എന്നവർ ഇവൻ കപടനാണ്, അവന്റെ കഴുത്ത് ഞാൻ വെട്ടാം, വിടൂ നബി എന്ന് മഹാനായ ഉമർ എന്നവർ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമർ നിനക്കെന്തറിയാം, ഇദ്ദേഹം ബദരിയല്ലേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരുടെ മേൽ അള്ളാഹു നേരിട്ടിറങ്ങി വന്നിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോ, എല്ലാം നിങ്ങൾക്ക് ഞാൻ പുറത്തു നിന്നിരിക്കുന്നു എന്ന് നേരിട്ടവരോട് സുവാർത്ത അറിയിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. അതിൽപ്പെട്ട സ്വഹാബിയാണ് ഈ സ്വഹാബി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നെന്ന് പറഞ്ഞപ്പോൾ ഉമർ എന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞ ഉമറിന് അപ്പോഴാണ് ബദരീങ്ങളുടെ സ്ഥാനം ഓർമ്മ വന്നത്. അദ്ദേഹത്തിന് അറിയായികയല്ല, ബദരീങ്ങൾക്ക് ദുന്യാവ് നൽകുന്നതിൽ പോലും മേൽമ നൽകണമെന്നാണ് ഉമർ എന്നവരുടെ ചിട്ട. ബദരീങ്ങളോട് ചോദിക്കാതെ മറ്റൊരാളോടൊന്നും ചോദിക്കരുതെന്നാണ് ഉമർ എന്നവരുടെ സാക്ഷ്യം. ബദരീങ്ങൾ കഴിഞ്ഞ് ബാക്കി ആരുള്ളൂ എന്നതിൽ എന്തിനും മികച്ചു നിൽക്കുന്ന ആൾ ഉമർ. ആ ഉമറിന്റെ മുന്നിൽ പക്ഷെ ഈ ക്ഷണിക സമയത്തുണ്ടായ ഈ വികാരം പ്രയാസം സൃഷ്ടിച്ചിട്ടൊരു ബദരീനെ കുറിച്ച് പറഞ്ഞതല്ലേ എന്ന് നബിതങ്ങൾ ധരിപ്പിച്ചപ്പോൾ ഉമർ ഉണർന്നു. ഉമർ എന്നവരുടെ കണ്ണ് നിറഞ്ഞു. നബിതങ്ങളോട് മാപ്പിരന്നു. ഇതാണ് ബദരി. ആ ബദരീങ്ങളെയാണ് നമ്മൾ നമ്മുടെ നേതാക്കളുടെ നേതാക്കളായി, ഔലിയാവിന്റെ നേതാവായി, അസ്ഹാബുൽ നബിയുടെ നേതാവായി വാഴിക്കുന്നത്. നബിയുടെ സ്വഹാബിമാരിൽ ഒരാൾ, നബിയുടെ സ്വഹാബി എന്നതുകൊണ്ട് കിട്ടുന്ന പദവി തന്നെ നിങ്ങളൊരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ആ പദവിയോ അതിന്റെ പകുതി പദവിയോ അതിന്റെ അംശം പദവിയോ കിട്ടുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ സ്ഥാനം സ്വഹാബിക്കുണ്ടെങ്കിൽ ആ സ്വഹാബിമാരിൽ മുന്തിയ സ്ഥാനമുള്ള ബദരീങ്ങൾ അവരാണ് നമ്മുടെ നായകന്മാർ. ആ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് നാഥ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ റഹ്മാനെ. ആ ബദരീങ്ങൾ ധീരമായി പോരാടിയ ഈ മാസത്തിന്റെ ഫضലുകൊണ്ട് അവരുടെ ഹക്കുകൊണ്ട് റഹ്മാൻ റഹീമുമായ തമ്പുരാനെ ഈ റമളാനിനെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ റമളാൻ പ്രതികൂലമാകരുതേ റഹ്മാനെ. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ വിട്ടുപുറത്തു മാഫാക്കി തരണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ
ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീ ക്ഷമിക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ റഹ്മാനെ. അത് പൊറുക്കാൻ തക്ക വിധത്തിലുള്ള തൗബക്ക് നീ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. നസൂഹായ തൗബക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖാലിസായ തൗബക്ക് നീ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. അതിന് പറ്റുന്ന വെളിച്ചം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അത് നിന്റെ ഫضലാണെന്ന് ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ട്. ആ ഫضൽ ഞങ്ങൾക്ക് നേരെ നീ തുറക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഈ റമദാന്റെ രാവിലും പകലിലും നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന അടിയങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ നരകത്തിലേക്ക് നിർബന്ധിതരും നരകത്തിലേക്ക് അവകാശികളുമാണെങ്കിലും നീ അത് മാറ്റി എഴുതി ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഞങ്ങളോട് കടപ്പെട്ട എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റണേ റഹ്മാനെ. നിന്റെ ഹബീബായ നിബിതങ്ങൾ സ്വർഗം തുറന്ന് പ്രവേശിക്കുമ്പോൾ നബിയോടൊപ്പം പ്രവേശിക്കുന്ന ഫുഖറാഉൽ മുഅ്മിനീങ്ങളിൽ നിന്റെ മഹബ് ഫദലുകൊണ്ട് നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബിയോടൊപ്പം നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബായ ഞങ്ങളുടെ യജമാനരായ മുത്തു മുസ്തഫ തങ്ങളോടൊപ്പം നീ ഞങ്ങളെ വസിപ്പിക്കണേ റഹ്മാനെ. നിന്റെ സുഖലോക സ്വർഗത്തിൽ വസിപ്പിക്കണേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.